ഇൻഷുറൻസ് എല്ലാവരും അതെന്താണെന്ന് കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. ഇൻഷുറൻസ് ചൂസ് ചെയ്യേണ്ട സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുണ്ടാവും, ഏത് ഇൻഷുറൻസ് ഒക്കെ എടുക്കണം എന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറേയൊക്കെ ഇന്ന് മാക്സിമം ക്ലിയർ ചെയ്യാം. പറ്റാത്തത് നമുക്ക് പേഴ്സണലി ക്ലിയർ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. അതിന് മുൻപായിട്ട് നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പേഴ്സണൽ ഫൈനാൻസിൻ്റെ സ്റ്റെപ്പുകളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫയർ നമ്പറും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു മൈൻഡിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഏർലി റിട്ടയർമെൻറ്റ് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ അതിൻ്റെ 0th സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് നമ്മൾ എമർജൻസി ഫണ്ട് സെറ്റാക്കണം എന്ന് പറഞ്ഞു. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമുക്ക് ഇൻഷുറൻസ് എടുത്തു വയ്ക്കില്ല, അതിന് ശേഷമാണ് നമ്മുടെ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റ്സും വരുന്നത്. ഓക്കെ, വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ ഇൻഷുറൻസും കാര്യങ്ങളൊന്നും എടുക്കാതെ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സേവിങ്സും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സൊക്കെ പൊട്ടിക്കേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ഓക്കെ, ഞാനൊരു ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൽ കുറേ കാര്യങ്ങൾ ഡെഫിനേഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ അത് അങ്ങനെ തന്നെ വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് സ്ക്രീൻഷോട്ട് എടുക്കാം. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേറെ തരത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതിൽ വാട്ട് ഈസ് ഇൻഷുറൻസ്, ടൈപ്പ് ഓഫ്, ഇതൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്. ഇപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ സംഭവം എന്താ, നമുക്ക് ഒരു തരത്തിലൊരു നമ്മളെ സാമ്പത്തികമായിട്ട് സംരക്ഷിക്കുന്ന ഒരു സംവിധാനം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വല്ല അപകടമോ രോഗം മരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നഷ്ടങ്ങൾ വരുന്ന സമയത്ത് സാമ്പത്തിക ബാധ്യതകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ ഒരു കമ്പനി, ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ഏർപ്പെടുന്ന ഒരു തരത്തിലുള്ള കരാറ്. അതായത് നമുക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോകരുത്, ആ കമ്പനി നമ്മളെ സംരക്ഷിച്ചുകൊള്ളും. നമുക്ക് കാറിന് ഇൻഷുറൻസ് എടുക്കണതും ബൈക്കിന് ഇൻഷുറൻസ് എടുക്കണതൊക്കെ അറിയാമല്ലോ. ഓക്കെ, മിനിറ്റ്. അപ്പോൾ ഒരിത് ഈ ഇൻഷുറൻസിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് അധികം ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാറ്റഗറീസാണ് ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും. ഓക്കെ, അത് മാത്രമല്ല, ഞാൻ ഇതിലേക്ക് ജസ്റ്റ് പേര് വായിച്ച് പോയിട്ട് നമുക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇറങ്ങി ചെല്ലുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. ഓക്കെ, ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും. ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ടേം ഇൻഷുറൻസ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പോളിസി ഹോൾഡർ അല്ലെങ്കിൽ അത് ആരാണ് എടുക്കുന്നത്, ആ വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടുകാർ ഫൈനാൻഷ്യലി സേവ് ആയിട്ടിരിക്കാനുള്ള ഒരു തരത്തിലുള്ള ഒരു മിനിറ്റ്. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ്, ഇത് 2 ഞാൻ ഇപ്പോൾ പറയാം, നമുക്ക് ആവശ്യമുള്ളതാണ്. മോട്ടോർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കാറിനും ബൈക്കിനൊക്കെ എടുക്കുന്ന ഇൻഷുറൻസ്. എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവാതെ, മാക്സിമം പൈസ പോകാത്ത രീതിയിൽ നമ്മൾ എടുത്തു വയ്ക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ സെയിം എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ സെയിം തന്നെയാണ്. അതായത് എന്തെങ്കിലും പ്രശ്നം പറ്റുന്ന സമയത്ത് അതായത് പോളിസി ഹോൾഡറുടെ കയ്യിൽ നിന്ന് പൈസ പോവാതെ 100% എന്നല്ല, എന്നാലും പൈസ പോകാത്ത തരത്തിൽ മറ്റേ കമ്പനി ബാക്കി കാര്യങ്ങൾ നോക്കണം എന്നുള്ള രീതിയിൽ എടുത്തു വയ്ക്കുന്നതാണ്. അത് തന്നെയാണ് ഹോം ഇൻഷുറൻസും ട്രാവൽ ഇൻഷുറൻസും ബിസിനസ് ഇൻഷുറൻസും. ഈ ട്രാവൽ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ICRTCയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണവർ കണ്ടിട്ടുണ്ടാവും. 50 പൈസയോ അതൊക്കെ നമുക്ക് എന്തോ ടിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കാറുണ്ട്, നമുക്ക് ട്രാവൽ ഇൻഷുറൻസ് വേണോ എന്ന് ചോദിച്ചിട്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടോ അത്? ഓക്കെ, അതേപോലെ ഫ്ലൈറ്റും എല്ലാത്തിനും ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു KSRTCയിൽ ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ജസ്റ്റ് അത് വെറുതെ വായിച്ചു വിട്ടതാണ്. കാരണം നമുക്ക് ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും നല്ല രീതിയിൽ സംസാരിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് സമയം അതിൽ ചിലവഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിച്ചു പോകുന്നതാണ്. പിന്നെ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടേംസ് ഉണ്ട്. ഇപ്പോൾ പ്രീമിയം എന്നുള്ള ടേം ഇപ്പോൾ എടുത്ത് വെച്ചവർക്ക് ഓൾറെഡി അറിയായിരിക്കാം, എടുക്കാനറിയാം, അങ്ങനെ കുറേ ഡൗട്ടുള്ളവർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്ന് വിചാരിക്കുക, എത്ര രൂപ ഞാൻ ആ കമ്പനിക്ക് പേ ചെയ്യണം, അതാണ് ഇവിടെ പ്രീമിയം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻഷുറൻസ് എമൗണ്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് അല്ല, നമ്മൾ ആ കമ്പനിക്ക് കൊടുക്കുന്ന എമൗണ്ട്. ഓക്കെ, പോളിസി ഹോൾഡർ എന്ന് പറയുന്നത് ആരാണോ ഇൻഷുറൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ ഏത് സ്ഥാപനമാണോ ഇൻഷുറൻസ് എടുക്കുന്നത് അതിനാണ് പോളിസി ഹോൾഡർ എന്ന് പറയുക. സം അഷ്യൂർഡ് എന്ന് പറയുമ്പോൾ ഞാൻ എത്ര രൂപയുടെ ഇൻഷുറൻസാണ് എടുക്കുന്നത്. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ആണെന്ന് വിചാരിക്കുക ഞാൻ എടുക്കുന്നത്,
എനിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ, ഞാൻ 5000 രൂപ മുടക്കിയിട്ട് 10 ലക്ഷം കവറേജ് ഉള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണ്. അതായത് എനിക്ക് ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ ചിലവ് വരുന്ന സമയത്ത് 10 ലക്ഷം രൂപ വരെ ആ ഇൻഷുറൻസ് കമ്പനി നോക്കിക്കോളും. ആ ഒരു എമൗണ്ടിനെയാണ് സം അഷ്യൂർഡ് അല്ലെങ്കിൽ കവറേജ് എമൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലെയിം എന്ന് പറയുന്നതോ, എനിക്ക് എന്തെങ്കിലും പറ്റുന്ന സമയത്ത് ഞാൻ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുന്ന ആ കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഒരു റിക്വസ്റ്റ്, ആ ഒരു സംഭവത്തിനെയാണ് ക്ലെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഡക്റ്റബിൾ എമൗണ്ട്, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസ, കോ പേയ്മെൻറ്റ് ഞാൻ വരാം, ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഇതൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒറ്റയടിക്ക് പറയാം കേട്ടോ, 1 മിനിറ്റ്, ഇതിങ്ങനെ പറഞ്ഞ പോയി ശരിയാവില്ല. ഓക്കെ, പിന്നെ ക്ലെയിം സെറ്റിൽമെൻറ്റ്, ഇത് ഞാൻ ഓർഡർ വിടണതല്ല കേട്ടോ, ഇത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ചൊക്കെ എടുക്കുന്നുണ്ട്, അതിന് കാരണം കൊണ്ടാണ് ഞാൻ ഓടിച്ചു വരണേ. ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഇത് രണ്ടും ഒന്നാണെന്ന് വിചാരിക്കരുത്. ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ആൻഡ് എമൗണ്ട് സെറ്റിൽമെൻറ്റ് റേഷ്യോ. നമ്മളൊരു ഇൻഷുറൻസ് ഹെൽത്ത് ആയാലും എന്തായാലും സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, HDFC എർഗോ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ 97%. അതെന്താ അർത്ഥമാക്കുന്നത്? 100 പേര് ഇൻഷുറൻസ്, അവർക്ക് എന്തെങ്കിലും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചിലവുകൾ വരുന്ന സമയത്ത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ HDFC എർഗോ എടുത്ത 100 ക്ലയൻസിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്ന് വിചാരിക്കുക. അതിൽ 97 പേർക്കും ഇൻഷുറൻസ് എമൗണ്ട് കിട്ടി. ഓക്കെ, 3 പേർക്ക് കിട്ടിയില്ല. അതാണ് ഈ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ 97% എന്ന് പറയുമ്പോൾ. അപ്പോൾ 90%-ൻ്റെ എബോവ് സെലക്ട് ചെയ്യുന്നതാണ് ഗുഡ് എന്ന് പറയുന്നത്. ഇതിനും കൂടി ബെറ്ററായിട്ട് പറയുകയാണെങ്കിൽ 95, 97 എന്നുള്ള രീതിയിൽ എടുക്കുക. അത് HDFC എർഗോയിലും ടാറ്റ അതിലൊക്കെയാണ് കൂടുതലുള്ളത്. ഞാൻ HDFCയുടെ ആളല്ല, ഞാൻ എൻ്റെ വായിൽ HDFC വന്നുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഷുറൻസ് ചൂസ് ചെയ്യാം. പിന്നെ ഒരു പർട്ടിക്കുലർ ഇൻഷുറൻസ് ആണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതെന്ന് വിചാരിക്കുക, അതായിരിക്കില്ല എല്ലാവർക്കും സ്യൂട്ടാവുന്നത്. നമ്മൾ ജീവിക്കുന്ന ലൊക്കേഷൻ, നമ്മളുടെ ആരോഗ്യപരമായ കണ്ടീഷൻസ്, അതിനനുസരിച്ച് നമുക്ക് ബെസ്റ്റ് ആയത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ആയിരിക്കില്ല നിങ്ങളുടെ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എമൗണ്ട് സെറ്റിൽമെൻറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ ചിലവായ തുക 1 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ കമ്പനി തരുന്ന ചിലവ്, കമ്പനി അതിൽ 90,000 രൂപയാണ് തരുന്നുള്ളൂ, ബാക്കി 10 രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഇടേണ്ട വരുന്ന അവസ്ഥ. അങ്ങനത്തെ ഒരു കേസിനെയാണ് ഈ എമൗണ്ട് സെറ്റിൽമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഒരുവിധം എല്ലാത്തിലും ഇത് നല്ല രീതിയിൽ 95%-ൻ്റെ മുകളിലാണ് കിടക്കുന്നത്. ഇതിപ്പോൾ കാര്യമായിട്ട് പേടിക്കേണ്ട സ്ഥലമല്ല, കാര്യമായിട്ട് പേടിക്കേണ്ട വേറെ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ അതിൽ വേണം. വെയിറ്റ്, ഇത് വേറെ, ഇത് വേണ്ടതല്ല. ഇപ്പോൾ ഏത് ഇൻഷുറൻസ് ആണ് ഏതൊക്കെ സമയത്ത് എടുക്കേണ്ടതെന്നാണ്. ഇതൊന്നും അലൈൻമെൻറ്റ് തെറ്റിയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഞാനാണ് എൻ്റെ വീടിൻ്റെ ബ്രെഡ് വിന്നർ എന്നുള്ള വിചാരിക്കുക. അപ്പോൾ എന്നെ നോക്കി ജീവിക്കുന്ന അച്ഛനും അമ്മയുണ്ട്, അവരെ നോക്കുന്നത് ഞാനാണ്. അപ്പോൾ എൻ്റെ ആയുസ്സിന് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അവർക്ക് പണി ഉണ്ടാവരുത്. അതായത് അവർ ഫൈനാൻഷ്യലി സേഫായിട്ടിരിക്കണം, അതിന് വേണ്ടി എടുക്കുന്നതാണ് ടേം ഇൻഷുറൻസ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ തൊട്ടിവിടെ വരെ വേറെ എനിക്ക് എന്തെങ്കിലും നമ്മുടെ നേരത്തെ പറഞ്ഞ ആക്സിഡൻറ്റ്, ബാക്കി ഹോസ്പിറ്റൽ കേസുകൾ, അപ്പോൾ അങ്ങനത്തെ കേസുകൾക്ക് വേണ്ടി എടുക്കുന്നതാണ് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ്. അതുപോലെ നേരത്തെ പറഞ്ഞു മോട്ടോർ ഇൻഷുറൻസ് എന്തിനാണെന്നും ട്രാവലും പറഞ്ഞു, ഡിസേബിലിറ്റി പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ്, ഇതൊക്കെ നമ്മൾ പെടുത്തും, പേടിക്കണ്ട കേസ്, ഞാൻ ഓടി പോണില്ല. ഓക്കെ, ഇനി ഞാനേ ഈ സംഭവം ഒന്ന് തിരിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ആരെങ്കിലും കയറാനുണ്ടോ? ഓക്കെ, ഇനി കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ. എന്തെങ്കിലും അയ്യോ സ്ക്രീൻ കാണാല്ലേ? ആർക്കും കാണുന്നില്ല? ഓക്കെ, ഞാനൊരു ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു പേജാണ് എടുത്തിട്ടുള്ളത്. അയ്യോ, ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാമോ? ഒരാൾക്ക് മാത്രമാണോ അത് വേറെ ആർക്കെങ്കിലുണ്ടോ? ഒരാൾക്ക് മാത്രമാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ആൾക്ക് കിട്ടിയോ? ഓക്കെ, അപ്പോൾ ഞാൻ ടേം ഇൻഷുറൻസ് എന്നുള്ള ഒരു പേജാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പറയാം, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ
ഇപ്പോൾ ഞാനാണ് എൻ്റെ വീട്ടിലത്തെ, ഞാൻ ഒരു വ്യക്തിനെ വെച്ച് പറയുന്നത് ഒരു എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ്. ഞാനാണ് എൻ്റെ വീട്ടിൽ ജോലിക്ക് പോയിട്ട് വീട് നോക്കുന്ന വ്യക്തി. അപ്പോൾ ഞാനായിരിക്കും വീടിൻ്റെ റെൻറ്റ് കൊടുക്കുന്നത്, ഗ്രോസറീസ് വാങ്ങുന്നത്, അപ്പോൾ ബാക്കി എല്ലാ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, റീചാർജ്, അങ്ങനത്തെ എല്ലാ ചിലവും നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ശമ്പളത്തിൻ്റെ ഇതുകൊണ്ട് ജീവിക്കുന്ന രണ്ട് പേരാണ് അച്ഛനും അമ്മയും എന്നുള്ളത്. അപ്പോൾ അവർ ജോലിക്കൊന്നും പോകില്ല, അവർക്ക് വേറെ ഇൻകം സോഴ്സ് ഒന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ, അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, ഞാൻ പറയണം എക്സാമ്പിളിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു അഭാവം അവിടെ വരികയാണെങ്കിൽ അവർക്കും ജീവിക്കണ്ടേ? അത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവർ ആത്മഹത്യ ചെയ്യണോ? വേണ്ടല്ലോ, അവർക്ക് ജീവിക്കണം. അപ്പോൾ അവർക്ക്, ഇപ്പോൾ ഞാൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇമോഷണലി അത് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ലോസ് തന്നെയായിരിക്കും. ഓക്കെ, ഇമോഷണലി. പക്ഷെ അവർക്ക് ജീവിച്ചേ പറ്റൂ. അപ്പോൾ അവർക്ക് ഫൈനാൻഷ്യലി വേറെ വഴിയില്ല, ഞാൻ മാത്രമായിരുന്നു അവരുടെ ഓപ്ഷൻ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒരു മരണശേഷം നമ്മുടെ നോമിനീസിന് ലഭിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നോമിനീസിൻ്റെ ജീവിതം ഫൈനാൻഷ്യലി ഓക്കെ ആക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഷുറൻസാണ് ടേം ഇൻഷുറൻസ്. ഇത് അത് ടേമല്ലേ, ഇത് വലിയ കാര്യമൊന്നുമില്ല, അങ്ങനെ വിചാരിക്കരുത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക, അല്ല അങ്ങനെയല്ല, അച്ഛനമ്മയും കൂടാതെ എനിക്കൊരു ഭാര്യയും 2 പെൺകുട്ടികളും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതായിരിക്കും. സിമ്പിളായിട്ട് ചിന്തിച്ച് 2 ചെറിയ പെൺകുട്ടികളാണെന്ന് വിചാരിക്കുക, എളുപ്പമായിരിക്കില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. നമുക്ക് പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും അറിയേണ്ടായിരിക്കാം, പക്ഷേ അതിനുശേഷം നമ്മളെ ഡിപ്പെൻഡൻസിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഇമോഷണലി നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഫൈനാൻഷ്യലി നമുക്ക് കുറച്ചൊക്കെ സേവ് ചെയ്യാൻ പറ്റും അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും എടുത്തു വെച്ചിരിക്കേണ്ട ഒരു ഇൻഷുറൻസാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ടേം ഇൻഷുറൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 50 ലക്ഷം, 1 കോടി, 2 കോടി, അങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിക്കും, ഓക്കെ, ഞാൻ 2 കോടിയുടെ ടേം ഇൻഷുറൻസ് എടുത്ത് വയ്ക്കാം. 2 കോടിയുടെ ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിക്ക് എൻ്റെ നോമിക്ക് 2 കോടി രൂപ ലഭിക്കും എന്നാണ് അർത്ഥം. ഓക്കെ, അത് 2 കോടി രൂപ ലഭിക്കും എന്നാണ് അർത്ഥം. അത് വിചാരിച്ച് എല്ലാവർക്കും ഈ 2 കോടി രൂപ കിട്ടില്ല. അത് ആർക്കൊക്കെ എലിജിബിൾ ആയിരിക്കുക? ഇപ്പോൾ എൻ്റെ ആനുവൽ സാലറി ഒരു 3 ലാക്ക് ആണെന്ന് വിചാരിക്കുക, അപ്പോൾ എനിക്ക് 2 കോടിയുടെ ടേം ഇൻഷുറൻസ് കിട്ടില്ല. ആനുവൽ സാലറിയുടെ 20x, ഓക്കെ, ആനുവൽ സാലറിയുടെ 20x ഒക്കെയാണ് നമുക്ക് ടേം ഇൻഷുറൻസിൻ്റെ എമൗണ്ടായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അല്ലാതെ എല്ലാവർക്കും പോയിട്ട് 2 കോടിയുടെ ടേം ഇൻഷുറൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. ബിക്കോസ് ഞാൻ ആനുവലി 3 ലക്ഷമാണ് ഏൺ ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ അവർ എൻ്റെ ലൈഫ് വാല്യൂ, എൻ്റെ സോഷ്യൽ ലൈഫ് വാല്യൂ അവർ കാൽക്കുലേറ്റ് ചെയ്യും, ഇൻഷുറൻസ് കമ്പനി. അല്ലാതെ എല്ലാവരും പോയിട്ട് 2 കോടി എടുത്താലും അവർക്കും ശരിയാവില്ലല്ലോ. അവർ അവരുടേതായ രീതിയിലും ചിന്തിക്കും. എപ്പോഴും ചിന്തിക്കുക, നമ്മുടെ ലാഭത്തിന് വേണ്ടി മാത്രമല്ല ഒരു ഇൻഷുറൻസ് കമ്പനി റൺ ചെയ്യണേ, അവരുടെ സൈഡിൽ നിന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അതുകൂടി ശ്രദ്ധിക്കണം. അതും കൂടിയും അവർ നോക്കും. അപ്പോൾ ആനുവൽ സാലറിയുടെ 20x വരെയാണ് നമുക്ക് ടേം ഇൻഷുറൻസ് ആയിട്ട് ലഭിക്കുക. പിന്നെ നമുക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടെങ്കിൽ, പിന്നെ അങ്ങനെ കുറച്ച് പേർക്കൊന്നും കിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു സെലിബ്രിറ്റീസിന് കിട്ടില്ല, റിസ്ക്കുള്ള അഡ്വഞ്ചറസ് ആയിട്ട് കരിയറുള്ളവർക്ക് കിട്ടില്ല, അങ്ങനെ കുറച്ച് പേർക്ക് കിട്ടാത്തവരുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓടിപ്പോയിട്ട് 2 കോടി രൂപ 1 കോടി രൂപ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. പക്ഷേ 50 ലക്ഷത്തിൻ്റെ നമുക്ക് മിക്കവർക്കും പോസിബിളാണ്. ഓക്കെ, അപ്പോൾ ഈ ടേം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവം മാത്രമേ പെടുന്നുള്ളൂ. ശരിക്കും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിക്ക് ഇത്ര എമൗണ്ട് കിട്ടും. പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങളുകൂടിയും നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അതായത് ആഡ് ചെയ്യുന്നതിന് നിങ്ങൾ ചിലപ്പോൾ റൈഡേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, റൈഡേഴ്സ് എന്ന് പറയുന്നതും ആഡ് ഓൺസ് എന്ന് പറയുന്നതും എക്സ്ട്രാ കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ റൈഡർ എന്നുള്ള പേര് കേട്ട് ആരും പേടിക്കരുത്. സിമ്പിളായിട്ടുള്ള ഫീച്ചർ, ഒരു എക്സ്ട്രാ ഫീച്ചർ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അത് ജസ്റ്റ് ടേം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഡെത്തിനെയാണ് അവർ കവർ ചെയ്യുക ഫൈനാൻഷ്യലി. ഡെത്തിന് ശേഷം ഇന്ന എമൗണ്ട് കിട്ടും, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ എടുക്കാൻ പറ്റുന്ന ആഡ് ഓൺസ് ആണ് ഇതൊക്കെ. ഓക്കെ, വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. പക്ഷേ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറയുന്നത് ഒരു റൈഡറാണ്. വേണമെങ്കിൽ ഞാൻ ക്രിട്ടിക്കൽ ഇൽനെസ് അത് നമുക്ക് ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ക്രിട്ടിക്കൽ ഇൽനെസ് ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ ഈ ക്രിട്ടിക്കൽ ഇൽനെസ് എന്നതിൻ്റെ അണ്ടറിൽ 60 ഡിസീസസ് ഉണ്ട്. 60 എണ്ണം എനിക്ക് കാണാതെ അറിയില്ല, അത് നമ്മൾ ഗൂഗിൾ ചെയ്ത് തന്നെ നോക്കേണ്ടി വരും. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കാം. ഈ 60 ഡിസീസസിനെ കവർ ചെയ്യുക. ഓക്കെ, 60 ഡിസീസിൽ ഏതെങ്കിലും ഒന്ന് വരുന്ന സമയത്ത്
ഇപ്പോൾ നമുക്ക് നമ്മുടെ 50 ലക്ഷത്തിൻ്റെ കേസിൽ വെച്ച് പറയാം. 50 ലക്ഷത്തിൻ്റെ ടേം ഇൻഷുറൻസ് ആണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്, അങ്ങനെ വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഈ ക്രിട്ടിക്കൽ ഇൽനെസ്സിൽ പെട്ട എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ല, എൻ്റെ കയ്യിൽ ടേം ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതിൽ ക്രിട്ടിക്കൽ ഇൽനെസ് എന്നുള്ള ഒരു ഫീച്ചർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ നിന്നും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, വേറൊരു വലിയ അഡ്വാൻറ്റേജും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ടെർമിനൽ ഇൽനെസ് എന്നുള്ള ഒരു റൈഡർ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, സോറി, ക്രിട്ടിക്കൽ ഇൽനെസ്സിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വല്ല ക്യാൻസർ കാര്യങ്ങളൊക്കെ ഇൻ കേസ് വരികയാണെങ്കിൽ, ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല, ക്യാൻസർ വരികയാണെങ്കിൽ നമുക്ക് 50 ലാക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ചിലപ്പോൾ 80% ആയിരിക്കും, ചിലപ്പോൾ 90% ആയിരിക്കും. അത് ഓരോ കമ്പനിക്ക് അനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരുപാട് ഇൻഷുറൻസ് കമ്പനികളും ഒരുപാട് പ്ലാനുകളും, ഇപ്പോൾ HDFCയുടെ അണ്ടറിൽ തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കമ്പനികളും ഒരുപാട് ഇൻഷുറൻസുകളുണ്ടാവും. അപ്പോൾ ഓരോന്നിനും ഓരോന്നാണ്. എനിക്കിപ്പോൾ എല്ലാത്തിലും 90% കിട്ടുന്നോ 80% കിട്ടുന്നോ പറയാൻ പറ്റില്ല. എനിക്ക് ഇത്തരം ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് എന്നുള്ള പറയാൻ പറ്റില്ല. അപ്പോൾ പേഴ്സൻറ്റേജ് മനസ്സിൽ വെക്കരുത്, അത് ഓരോന്നിനും ഓരോന്നായിരിക്കും. ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് പേഴ്സൻറ്റേജ് പറയുന്നത്. ഇനി ടേമിനൽ ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീച്ചർ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് തന്നെ. അപ്പോൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് ഒരു ദിവസം ഡോക്ടർ പറയാണ് നമ്മളിനി ജീവിക്കുന്നില്ല, ജീവിക്കാൻ പോകുന്നില്ല, നമ്മുടെ ലൈഫ് എന്തായാലും ഇത്ര മാസത്തിൻ്റെ ഉള്ളിൽ യു വിൽ ഡൈ എന്ന് ഡോക്ടർ പറയുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോഴും നമുക്ക് ഈ സം അഷ്യൂർഡ് ഈ ഒരു എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, 50 ലക്ഷത്തിൻ്റെ ടേം ഇൻഷുറൻസിനാണ് ഞാൻ പേയ്മെൻറ്റ് കൊടുത്തിരുന്നത് എന്ന് വിചാരിക്കുക. 50 ലക്ഷം മൊത്തം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ 80%, 70% എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ ഇടയ്ക്ക് ഇതിൽ ഡെത്ത്, ഡൈ അങ്ങനത്തെ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അത് കേട്ട് ബാഡാവരുത്. പക്ഷേ അത് നമ്മുടെ ടോപ്പിക്ക് അതായതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് ഇമോഷണലി ചിന്തിക്കാതെ പ്രാക്ടിക്കലി ചിന്തിച്ചാൽ മതി. ഓക്കെ, പിന്നെ നമുക്കിതിൻ്റെ ഒപ്പം ആഡ് ഓൺ ഫീച്ചറായിട്ട് വീണ്ടും ആക്സിഡൻ്റൽ കവറേജ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആക്സിഡൻ്റൽ കവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻ്റിൽ നമ്മൾ മരിക്കുകയാണെങ്കിൽ, ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് 50 ലക്ഷമാണ്. അപ്പോൾ ഞാൻ ഒരു റൈഡർ ആഡ് ചെയ്യാണ്, ആക്സിഡൻ്റൽ കവറേജിൻ്റെ ഒരു റൈഡർ ആഡ് ചെയ്യാൻ നോക്കിയാൽ അടുത്തൊരു 50 ലക്ഷം കൂടി. ഈ റൈഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫീച്ചറിൻ്റെ ഒപ്പം ഒരു 50 ലക്ഷം ആഡ് ആവും. അതായത് ഞാൻ ആക്സിഡൻറ്റ് പറ്റി മരിക്കുകയാണെങ്കിൽ എൻ്റെ ഫാമിലിക്ക് എൻ്റെ ടേം ഇൻഷുറൻസ് എമൗണ്ടായ 50 ലക്ഷം ആയിരിക്കില്ല കേട്ടോ, 50 ലക്ഷം പ്ലസ് 50 ലക്ഷം. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ റൈഡറൊക്കെ എടുക്കണമെന്നല്ല, എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്തു വയ്ക്കുക, എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പറ്റുന്നത് ടേം ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ടേം ഇൻഷുറൻസ് അത്ര വലിയ എമൗണ്ട് വരില്ല, എനിക്ക് തോന്നുന്നു ഒരു 30s നിൽക്കുന്ന ഒരാൾക്ക് 6-7 ആ റേഞ്ചിലായിരിക്കാം വരുന്നത്, ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആക്സിഡൻ്റൽ കവറേജ് എന്നുള്ളത് ആഡ് ചെയ്യുകയാണെങ്കിൽ നോർമൽ സമ്മിൻ്റെ കൂടെ നമ്മൾ സെലക്ട് ചെയ്ത ഒരു സമ്മും കൂടി നമ്മുടെ ഫാമിലിക്ക് കിട്ടും. പിന്നെ ഈ ടേം ഇൻഷുറൻസ് നമ്മുടെ മരണശേഷമായിരിക്കും കിട്ടുക. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കരുത് ഞാൻ മരിച്ചിട്ട് പൈസ കിട്ടിയിട്ട് എന്തിനാണ്, നമ്മൾ മരിച്ചിട്ട് പൈസ കിട്ടിയിട്ട് ആവശ്യമൊക്കെ ഉണ്ട്, ആവശ്യമില്ലെന്ന് വിചാരിക്കരുത്. കാരണം നമ്മളാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അഭാവം വരുമ്പോൾ അതൊരു വേക്കൻസി തന്നെയാണ്, അതങ്ങനെ പെട്ടെന്നൊന്നും ഫില്ല് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഓക്കെ, എത്രയോ പേരെ നമ്മൾ ജീവിതം മുന്നിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്തതിൻ്റെയും പൈസ ഇല്ലാത്തതിൻ്റെയും പേരിൽ മര്യാദയ്ക്ക് വിദ്യാഭ്യാസം കിട്ടാത്തവരും മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത എത്രയോ പേരുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. പിന്നെ ആക്സിഡൻ്റൽ ഡിസേബിലിറ്റി കവറേജ് ഒന്ന് ആലോചിക്കുക. ഞാനൊരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അപ്പോൾ എൻ്റെ മരണശേഷം ഓക്കെ കാര്യങ്ങളൊക്കെയാണ്. ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ പോയാലും ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഹോസ്പിറ്റലിൽ ചെല്ലു നോക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി, എൻ്റെ 2 കൈ നഷ്ടപ്പെട്ടു. എൻ്റെ 2 കൈയും നഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ കയ്യിൽ ടേമുണ്ട്, ടേമുണ്ട് ഹെൽത്തുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റൽ ചിലവൊക്കെ നോക്കും. ഓക്കെ, അതൊക്കെ അവിടെ ചേർന്നോളൂ, എൻ്റെ കയ്യിൽ നിന്ന് ഒറ്റ പൈസ പോകാണ്ട് എല്ലാം ചെയ്തോളൂ. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മരിച്ചിട്ടില്ല, മരിക്കാതെ കാരണം കൊണ്ട് എനിക്ക് ടേം ഇൻഷുറൻസ് കിട്ടില്ല. അപ്പോൾ ഹോസ്പിറ്റൽ ചിലവ് അവിടെ ഹെൽത്തിൻ്റെ വകയും തീർത്തു. പക്ഷേ 2 കൈയില്ല എനിക്ക്, അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായിരിക്കും ചെയ്യുക? ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നിങ്ങളാണെങ്കിൽ ഈ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? എന്തേലും
ആരൊന്നും മിണ്ടാത്തത്? എന്ത് ചെയ്യും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ? സാലറി ഒക്കെ കിട്ടാത്തൊരു കമ്പനി ആണെങ്കിൽ എന്ത് ചെയ്യും? അവർ കയ്യില്ല, പണിക്ക് പോകാൻ പറ്റില്ല, പൈസ ഒന്നും തരാൻ പറ്റില്ല, 3-4 മാസമൊക്കെ തരും, അതിൻ്റെ അപ്പുറത്തേക്ക് തരില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളാണ് ബ്രെഡ് വിന്നറെങ്കിൽ നമ്മൾ പെട്ടുപോകും, നമ്മുടെ ഫാമിലിയും പെട്ടുപോകും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിനുള്ള ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. അല്ല, അയ്യോ അതല്ല, ഇത് ടേം ഇൻഷുറൻസിൻ്റെ എമൗണ്ടേ അപ്പോൾ ഒന്നില്ലെങ്കിൽ 50 ലക്ഷം, 1 കോടി, 2 കോടി അത്ര എമൗണ്ടൊക്കെയാണ് നമ്മുടെ മരണശേഷം കിട്ടുക. ഓക്കെ, അപ്പോൾ അത് എത്ര എമൗണ്ട് എന്ന് പറയുമ്പോൾ ആനുവൽ സാലറിയുടെ 20 മടങ്ങ് അത്രയാണ് കവറാവുക. അപ്പോൾ എൻ്റെ ആനുവൽ സാലറി ഒരു 3 ലാക്സ് ആണെങ്കിൽ 3 ലാക്സ് ഇൻറ്റു 20, അതായത് 60 ലക്ഷം. അപ്പോൾ എനിക്ക് 50 ലക്ഷത്തിൻ്റെ അതാണ്, അപ്പം എൻ്റെ ലൈഫിൻ്റെ വാല്യൂ 50 ലക്ഷമാണ്. അങ്ങനെ അതെ അതെ, ഇത് ഇങ്ങനെ കേട്ടോ, ഇതിങ്ങനെ, ഇത് അല്ല, അത് ആക്സിഡൻ്റൽ കവറേജിലാണ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, ആക്സിഡൻ്റൽ കവറേജ് വേറെ, ആക്സിഡൻ്റൽ ഡിസേബിലിറ്റി കവറേജ് വരെ, ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആക്സിഡൻ്റൽ കവറേജിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആക്സിഡൻറ്റിൽ മരിക്കുകയാണെങ്കിൽ 50 ലക്ഷം പ്ലസ് ഒരു എക്സ് എമൗണ്ട്, ഞാൻ 50 ഒരു എക്സാമ്പിൾ തന്നെ ഇട്ടതാണ്, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഏത് അത് വിഡ്രോ ചെയ്യാം? അല്ല, പാട്ടായിട്ടല്ല, അതൊക്കെ ഇപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാം. പക്ഷേ ഇപ്പോഴും പറയാണ് 100% എന്ന് പറഞ്ഞത് എപ്പോഴും പോസിബിൾ അല്ല. അതിൽ ഓരോ ഇത് അങ്ങനെ കട്ട് ചെയ്ത് പോവില്ല കേട്ടോ ഈ ഡെത്തിൻ്റെ കേസിൽ. പക്ഷേ ഈ ടേമിനൽ ക്രിട്ടിക്കൽ അങ്ങനത്തെ ഓരോ മരിക്കാത്ത കേസുകളിലാണ് കട്ട് ചെയ്ത് പോകൽ, അല്ലാത്തതിലൊക്കെ ഒരുവിധമൊക്കെ ഓക്കെയാണ്. ഈ ഞാൻ നേരത്തെ കൈയൊക്കെ അറ്റുപോയിട്ട് പണിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്ന സമയത്ത് നമ്മളിത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടേം ഇൻഷുറൻസിൻ്റെ 50 ലക്ഷം നമ്മൾ ആദ്യം എടുത്ത്, നമ്മുടെ ടേം ഇൻഷുറൻസിൻ്റെ എമൗണ്ട് 50 ലക്ഷം നമുക്ക് വിഡ്രോ ചെയ്യാം. മരിച്ചിട്ടില്ല, നമുക്ക് ജീവിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല, പക്ഷേ ഇത് വിഡ്രോ ചെയ്യാം അങ്ങനത്തെ കേസുകളിൽ. ഓക്കെ, നമ്മൾ മരിക്കുകയാണെങ്കിലാണ് സാധാരണ ടേം ഇൻഷുറൻസ് നമ്മുടെ ഫാമിലിക്ക് ആ ഒരു എമൗണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ചിലവാണ് കവറാവുള്ളൂ. അപ്പോൾ ടേം ഇൻഷുറൻസിൻ്റെ കൂടെ ഈ ഒരു എക്സ്ട്രാ ഫീച്ചർ ആഡ് ചെയ്താൽ നമ്മൾ ആക്സിഡൻറ്റ് പറ്റിയിട്ട് എന്തെങ്കിലും ഡിസേബിലിറ്റി നമുക്ക് വരാണെങ്കിൽ ടേം ഇൻഷുറൻസിൻ്റെ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ആക്സിഡൻ്റൽ കവറേജ് എന്ന് വെച്ചാൽ പറ്റും, ഇത് എല്ലാത്തിലും വിഡ്രോ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കേസിൽ മാത്രമാണ് നമുക്ക് ജീവനുള്ളത്. ഈ കേസിൽ നമുക്ക് ജീവനുണ്ട്, ഈ കേസിൽ നമുക്ക് ജീവനില്ല, നമ്മൾ മരിച്ചു. ഓക്കെ, അതാണ് ഡിഫറൻസ്. ഇത് ആക്സിഡൻറ്റ് പറ്റി മരിച്ചു, അപ്പോൾ നമുക്ക് 50 പ്ലസ് ഒരു എക്സ്ട്രാ എമൗണ്ട് നമുക്ക് കിട്ടും, ഫാമിലിക്ക് കിട്ടും. ഇത് ആക്സിഡൻറ്റ് പറ്റിയിട്ട് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ എമൗണ്ട് വിഡ്രോ ചെയ്യാം. അല്ല, അതിപ്പോൾ 90% എന്ന് ആലോചിച്ചാൽ മതി, 100 എന്ന് ആലോചിക്കണ്ട. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ അത് കമ്പനി ടു കമ്പനി ഡിഫറൻസ് ഉണ്ടാവും നല്ലോണം. 90 അപ്പോൾ കിട്ടും, അങ്ങനെ പറ. അല്ല, അത് ഒറ്റയടിക്ക് എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുമൊക്കെ ചെയ്യും, കുഴപ്പമില്ല. ഇതെന്താണെന്നറിയോ, അത് നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസേ കൃത്യമായിട്ട് വായിച്ച് നോക്കണം. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്തേ ഓൺലൈനിൽ നിന്നാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് വിചാരിക്കും. ഇതിപ്പോൾ എല്ലാം റീഡ് ചെയ്തിട്ട് ഒറ്റ ടിക്കറ്റ് യെസ് ഐ അക്സെപ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആക്സിഡൻറ്റ് ഡിസേബിലിറ്റി കവറേജ് 50 ലാക്ക് എന്ന് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ കൊല്ലം 10 ലക്ഷം, രണ്ടാമത്തെ കൊല്ലം 10 ലക്ഷം, മൂന്നാമത്തെ കൊല്ലം 10 ലക്ഷം, ചിലപ്പോൾ അങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഒറ്റയടിക്ക് 50 ലക്ഷം കിട്ടുന്ന എഴുതി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ മന്തിൽ ഇത്ര എമൗണ്ട് വെച്ചിട്ട് ചേർലുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു കൈക്ക് ഇത്ര എമൗണ്ട്, 2 കൈക്ക് ഇത്ര എമൗണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5-6 പേജ് ഉണ്ടാവും, പക്ഷേ ഇരുന്ന് വായിക്കുക. അത് വായിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഫോട്ടോ എടുത്ത് ChatGPT ഇട്ട് കൊടുക്കുക, എന്നിട്ട് ചുരുക്കി പറഞ്ഞാൽ സിമ്പിളായിട്ട് സാധനം പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ വായിക്കാൻ മടിയുള്ളത് കൊണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിക്കാതിരിക്കുക. ഇത് പ്രശ്നം വരാം, എന്തെങ്കിലും പറ്റിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ട് ഇൻഷുറൻസ്
നമുക്ക് ക്ലെയിം ചെയ്യേണ്ട സമയത്താണ് ഈ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടുക. ഓക്കെ, അപ്പോൾ അതിനിടവരുത്തരുത്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായിട്ട് വായിക്കുക. ഈ ടേം ഇൻഷുറൻസിൽ ശരിക്കും നമുക്ക് ഇത്രയ്ക്ക് കാര്യമായിട്ട് ചിന്തിക്കേണ്ടതുള്ളൂ. പക്ഷേ ഹെൽത്തിൻ്റെ കേസിൽ ഒരു 10-15 കാര്യങ്ങൾ ചിന്തിക്കാണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ ആണോ? ടേം എന്താ അവസ്ഥ? ഓക്കെ, നമ്മൾ പതുക്കെ ഞാൻ ഹെൽത്തിക്കൊന്ന് കടന്നോട്ടെ. ഓക്കെ, ഹെൽത്തിലേക്ക് കിടക്കുന്നുണ്ട്. പറഞ്ഞോ. അത് എടുത്ത കമ്പനിയുമായിട്ട് നോക്കേണ്ടി വരും. എല്ലാത്തിലും ചിലപ്പോൾ ആഡ് ചെയ്യാൻ പറ്റിയെന്നില്ല. ചിലതിൽ ആഡ് ചെയ്യാൻ പറ്റും, ചിലതിൽ സമ്മ് മാറ്റാൻ പറ്റും. ഞാൻ ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ കോമൺ ആയിട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ചോദിച്ചോളൂ. അല്ലാണ്ട് എക്സ്ട്രാ നമുക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും എല്ലാവർക്കും ആവശ്യമുള്ള ഡൗട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ചോളൂ. ഇപ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങൾ പേഴ്സണലായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ എൻ്റെ നമ്പർ ഉണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് അതിൽ ചോദിച്ചോ. ഓക്കെ, ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്തോളാം, കുഴപ്പമില്ല. ഓക്കെ, അതായത് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും കുറേ ഡൗട്ട് ഉണ്ടാവും. ഇത് ചിലപ്പോൾ കുറച്ചേരം ഇരുന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഡൗട്ടാവും. അപ്പോൾ ഒറ്റയടി നമ്മുടെ ഡൗട്ട് ഒരിക്കലും മാറാൻ പാടില്ല. 1 മണിക്കൂറിൻ്റെ സംഭവം കൊണ്ട് എന്തായാലും മാറാൻ പാടില്ല, എനിക്ക് നല്ല ഉറപ്പാണ്. അപ്പോൾ ഡൗട്ട് ഉണ്ടായിക്കോട്ടെ, പറ്റുകയാണെങ്കിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഡൗട്ട് വരുമ്പോൾ ആ ഡൗട്ടുകളെ നോട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് പറ്റുന്നതൊക്കെ അതിൻ്റെ ഉള്ളിൽ ക്ലിയർ ചെയ്ത് പോകാം. അതല്ലാത്തുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ടെക്സ്റ്റ് ചെയ്താൽ മതി. എൻ്റെ നമ്പർ അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ചെയ്താൽ മതി, ക്ലിയർ ചെയ്ത് തരാം, കുഴപ്പമില്ല. പറ്റുന്നതൊക്കെ ക്ലിയർ ചെയ്ത് തരാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, ഞാൻ ഹെൽത്തിലേക്കൊന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ ആദ്യം ഒരു ചെറിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാലോ. ഒരു ഉദാഹരണത്തിന് നമുക്കൊരു ചെറിയ എക്സാമ്പിൾ കൂടി നോക്കാം. ഇപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഇൻഷുറൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇൻഷുറൻസ് എ, അതുപോലെ തന്നെ ഇൻഷുറൻസ് ബി. നമുക്ക് 2 ടൈപ്പ് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ആട്ടോ സംസാരിക്കുന്നത്. ടൈം നമ്മൾ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ എനിക്ക് വേണ്ടത് 8000 രൂപയാണ്. ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ എ എന്നുള്ള ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ എനിക്ക് വേണ്ടത് 8000 രൂപയാണ്. ബി എന്നുള്ള ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ എനിക്ക് വേണ്ടത് 10000 രൂപയാണ്. അപ്പോൾ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എന്താ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പെർട്ടിക്കുലർ HDFCയിലെ ഒരു ഇൻഷുറൻസ് എടുത്ത വ്യക്തി 100 വ്യക്തികൾ അവരുടെ ഇൻഷുറൻസ് എന്തെങ്കിലും കാര്യം വരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവർ ഹോസ്പിറ്റലിലെത്തി ചികിത്സ തേടിയതിന് ശേഷം ക്ലെയിം കൊടുക്കുന്നു. അതിൽ 97 പേരുടെ ക്ലെയിമാണ്, 97 പേർക്കാണ് ഇൻഷുറൻസ് കമ്പനി പൈസ കൊടുക്കുന്നുള്ളൂ. 3 ആൾക്കാരെ റിജക്റ്റ് ചെയ്യുന്നു. അതാണ് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ. ഈ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എയുടെ കേസിലും ബിയുടെ കേസിലും സെയിം ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഏത് ഇൻഷുറൻസ് ആയിരിക്കും ചൂസ് ചെയ്യുക? ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എയുടെയും സെയിം ആണ്, ബിയുടെയും സെയിം ആണ്. ഏതായിരിക്കും ചൂസ് ചെയ്യുക? എ ഓർ ബി? ഏതായിരിക്കും? പറയ് നോട്ടെ. എ ആയിരിക്കും. നമ്മൾ എന്തായാലും എനെ ചൂസ് ചെയ്യുക. കാരണം നമുക്ക് പൈസ കുറവാണ്. 2ഉം ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എ ആണല്ലോ. പിന്നെ എന്തിനാണ് ഞാൻ വെറുതെ പൈസ കൂടിയ ബിയിലേക്ക് ചിന്തിക്കുന്നത്? അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും വരാം. ഓക്കെ, എല്ലാവരും അത് തന്നെ ചൂസ് ചെയ്യുക. നല്ല കാര്യമാണ്, നമ്മൾ 2000 രൂപ സേവ് ചെയ്യും. പക്ഷേ ഇതിലെവിടെയാണ് പ്രശ്നം വരാമെന്നറിയോ? ഈ സംഭവം നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ ചിലവ് വന്ന് നമുക്ക് ക്ലെയിം ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എ എന്നുള്ള ഇൻഷുറൻസും ബി എന്ന ഇൻഷുറൻസും ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോയുടെ കേസിൽ മാത്രമാണ് ഒരുപോലെയുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എ എന്നുള്ള ഇൻഷുറൻസിൽ റൂം റെൻറ്റ് ക്യാപ്പിംഗ് എന്നുള്ളൊരു സംഭവം ഉണ്ടെന്ന് വിചാരിക്കുക. റൂം റെൻറ്റ് ക്യാപ്പിംഗ്, അവർ റൂം റെൻറ്റ് ഇത്ര 5000 വരെ റൂം റെൻറ്റ് തരുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് റൂം റെൻറ്റ് തരില്ല എന്നുള്ള കേസ് വരാം. പക്ഷേ നമ്മൾ പോയി കിടന്ന റൂം ഒരു 10000 രൂപ വരെ ആണെങ്കിൽ നമ്മൾ പെടും. നമ്മൾ പോയി കിടന്ന റൂമിന് വല്ല 10000 രൂപ പെർ ഡേ ആണെങ്കിൽ ബാക്കി കയ്യിൽ നിന്ന് പൈസ ഇടേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുക ഈ 2 ഇൻഷുറൻസിൻ്റെ കേസിലും 10 ലക്ഷമാണ് നമ്മുടെ ക്ലെയിം എമൗണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഹോസ്പിറ്റൽ ചിലവ് 10 ലക്ഷമായി. പക്ഷേ ഞാൻ ഇൻഷുറൻസ്
ചീപ്പായിട്ടുള്ള കൂട്ടത്തിൽ ചീപ്പായിട്ടുള്ള എ എന്നുള്ള ഇൻഷുറൻസ് ആണ് ചൂസ് ചെയ്ത്. അപ്പോൾ കമ്പനി പറയും ഈ ഒരു കേസിൽ നമുക്ക് 3-4 ലക്ഷം രൂപയെ തരാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഈ ഒരു കേസിൽ 3-4 ലക്ഷം തരാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി കയ്യിൽ നിന്ന് ഇടേണ്ടി വരും. അപ്പോൾ 5-6 ലക്ഷം രൂപ ഞാൻ ഇവിടെ നിന്ന് പോയി ഉണ്ടാക്കാനാ? അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതെന്തുകൊണ്ടാണ്? ഹിഡൻ ആയിട്ട് എടുക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട്. മറിച്ച് ഞാൻ ബി എന്നുള്ള ഇൻഷുറൻസ് ആണ് എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ 10 ലക്ഷം എനിക്ക് കിട്ടിയേനെ. ചിലപ്പോൾ ഈ 10 ലക്ഷം കമ്പനി പേ ചെയ്തേനെ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒറ്റ നോട്ടം നോക്കുമ്പോൾ ഇത് 10 ലക്ഷം സം എഷ്യൂർഡ് രണ്ടിലുണ്ട്, 10 ലക്ഷം രണ്ടിലും സം എഷ്യൂർഡ്, അതുപോലെ തന്നെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ രണ്ടിലും ഒരേപോലെയാണ്. അപ്പം അത് മാത്രം നോക്കിയാൽ പോരാ. നോക്കേണ്ട ഒരു ഇൻഷുറൻസ് സെലക്ട് ചെയ്യേണ്ട സമയത്ത് നോക്കേണ്ട ഒരു 10-15 കാര്യങ്ങൾ അതിൽ വേണ്ട. അതിലൊരു കുറച്ച് കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളുണ്ട് ശരിക്കും. അപ്പോൾ അതിൽ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോന്നും. അപ്പോൾ കേൾക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ. ചെറുതായിട്ടൊക്കെ ബോറടിക്കും, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളൂ. ഓക്കെ. പിന്നെ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ആൻഡ് ക്യാഷ്ലെസ് ക്ലെയിം. അതായത് ഞാൻ എടുക്കുന്ന ഇൻഷുറൻസ് എൻ്റെ വീടിൻ്റെ ചുറ്റപ്പെട്ട എനിക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു 3-4-5 അല്ലെങ്കിൽ 5-6 അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പുള്ള കമ്പനിയുടെ ആയിരിക്കണം. ഞാൻ ഇപ്പോൾ ഉള്ളത് തൃശ്ശൂരിൽ കുറുക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇതിന് ചുറ്റും ശരിക്കും ഒരു 5-6 ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഇൻഷുറൻസ് എടുത്തു. അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന അല്ലെങ്കിൽ പോകാൻ ആവശ്യമുള്ള അങ്ങനെ ഒരു 5-6 ഹോസ്പിറ്റലാണ് ചുറ്റുള്ളതെന്ന് വിചാരിക്കുക. ഞാൻ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് എടുത്തു. പക്ഷേ അതെൻ്റെ എൻ്റെ ചുറ്റുപാടിലുള്ള ഹോസ്പിറ്റലുകളുമായിട്ട് ടൈപ്പ് ഇല്ലെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലും പൈസ ഒരു 10 ലക്ഷം രൂപ ചിലവായി എന്ന് തന്നെ വിചാരിക്കുക, 10 ലക്ഷം രൂപ ബില്ല് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസിൽ ക്യാഷ്ലെസ് നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ പെട്ടിട്ടില്ലെങ്കിൽ, അതായത് അവിടെ ടൈപ്പ് ഇല്ലെങ്കിൽ ക്യാഷ്ലെസ് ക്ലെയിം ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ വന്നാൽ എന്താ പ്രശ്നം എന്നറിയോ? ആ 10 ലക്ഷം രൂപ നമ്മൾ കയ്യിൽ നിന്ന് കൊടുത്തിട്ട് റീഎംബേഴ്സ്മെൻറ്റിന് വേണ്ടി അത് നമുക്ക് റീഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ 10-30 ദിവസം കഴിഞ്ഞാലായിരിക്കും നമുക്ക് പൈസ കിട്ടുക. പൈസ കിട്ടില്ല എന്നല്ല, പൈസ കിട്ടും. 10-30 ദിവസം കഴിഞ്ഞാലാണ് പൈസ കിട്ടുക. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഈ 10 ലക്ഷം രൂപ റോൾ ചെയ്യാൻ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ നല്ല ബുദ്ധിമുട്ടിലേർപ്പെടും. അപ്പോൾ ഇത് ചെറിയ കാര്യമായിട്ട് ചിന്തിക്കരുത്. ഇവിടെ പറയുന്ന ഒറ്റ കാര്യം ചെറുതല്ല, എല്ലാം ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഈ സംഭവം അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാനൊരു ഇൻഷുറൻസ് സെലക്ട് ചെയ്യുന്നതിനായിട്ട് മുൻപ് ആ ഒരു പോളിസി നമ്മുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഇന്ന ഹോസ്പിറ്റലിൽ ഞാൻ പോകുന്നത് എനിക്ക് ഉറപ്പാണ്. അല്ല എൻ്റെ വീടിൻ്റെ അടുത്ത് ഇപ്പോൾ എൻ്റെ ഇവിടെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഇവിടെ എലൈറ്റ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട്, മിഷൻ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട് തൊട്ടടുത്തിട്ടോ. ഏറ്റവും ചെറുത് നോക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ വേറെ അല്ലറ ചില്ലറ ഹോസ്പിറ്റൽസ് ഉണ്ട്, മെട്രോ അത് ഇതെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എടുത്ത ഇൻഷുറൻസ് ഇവിടെ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. ഇതെൻ്റെ ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഹോസ്പിറ്റൽ, ഇതിലൊന്നുമില്ല. ഒരു 10-25 കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോസ്പിറ്റലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഞാൻ എടുത്തതിൽ അർത്ഥമില്ലാത്ത പോലെയാവും. ഇത് കൺവീനിയൻസാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അത് ഓരോരുത്തരുടെ പേഴ്സണലാണ്, പക്ഷേ അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ. പിന്നെ കവറേജ് എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ ഈ 5 ലക്ഷം തൊട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ 3 ലക്ഷം 4 ലക്ഷം വെച്ചിട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാറ്. കവറേജ് 5 പഠിക്കാത്ത എന്തായാലും നമ്മളെല്ലാവരും ഫാമിലിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക. 10-20 സെലക്ട് ചെയ്യാൻ നോക്കുക. അത് 20ലേക്ക് കടക്കാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും 10 ലക്ഷം കവറേജ് പിടിക്കാൻ നോക്കുക. കാരണം പണ്ടത്തെ ഹോസ്പിറ്റൽ ചിലവല്ല ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ ചിലവ്. കുറേയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകാം. അല്ലാത്ത കേസുകളിൽ ഓക്കെ നമുക്ക് 10 ലക്ഷം കവറേജ് മിനിമം ഉള്ളത് വളരെ നല്ലതായിരിക്കും. ഈ 10 ലക്ഷം കവറേജ് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പോണ കേസുകളിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മുടെ ഇൻഷുറൻസ് ഇത് ആഡ് ഓൺ അല്ല കേട്ടോ, ഇതൊന്നും ആഡ് ഓൺ അല്ല, ഇതൊക്കെ അതിലുള്ളതാണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, നമ്മുടെ ഇൻഷുറൻസ് പോളിസിക്ക് റെസ്റ്റോറേഷൻ ബെനഫിറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അതായത് നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ പോയി നമുക്കൊരു 8 ലക്ഷം രൂപ നമുക്ക് ഇത്ര എമൗണ്ട് ചിലവായി എന്ന് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പറയുന്ന കേസ് 10 ലക്ഷം രൂപയാണ് എന്ന് വിചാരിക്കുക നമ്മുടെ ഇൻഷുറൻസ് എമൗണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഞാൻ ഇപ്പോൾ സംസാരിക്കുമ്പോൾ ലാക്സ് പറയും. അപ്പോൾ ഇത് മനസ്സിലാലോചിച്ചോളാം. അപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ഒരു 8 ലക്ഷം രൂപ ചിലവായി എന്ന് വിചാരിക്കുക. 8 ലക്ഷം രൂപ ചിലവായി എന്ന് വിചാരിക്കുക. പക്ഷേ നമ്മുടെ ഫാമിലിക്ക് ടോട്ടലായിട്ടാണ് 10 ലക്ഷം ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ തന്നെ എനിക്കൊരു 8 ലക്ഷം രൂപ ചിലവായി. അപ്പോൾ ബാക്കിയുള്ള 5-6 മെമ്പേഴ്സിന് ഇനി ആകെ 2 ലക്ഷം രൂപയാണോ ചിലവാക്കാൻ പറ്റുക?
ശരിക്കും നോർമൽ ഒരു ഇൻഷുറൻസിൽ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ആ കൊല്ലം ഇനി 2 ലക്ഷം രൂപയെ ബാക്കിയുള്ളൂ. പക്ഷേ റീസ്റ്റോറേഷൻ ബെനഫിറ്റ് ഉള്ള പോളിസിയാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ 8 ലക്ഷം ചിലവാക്കി കഴിഞ്ഞാലും അത് വീണ്ടും 10ലേക്ക് റീസെറ്റ് ആവും. 10 ടോട്ടൽ ഉണ്ടായിരുന്നു, 8 ലക്ഷം രൂപ ചിലവായി, പിന്നെയും റീസെറ്റ് ആവും, 10ആയി മാറും. ഒരു തരത്തിൽ ഇത് അൺലിമിറ്റഡ് ബെനിഫിറ്റൊക്കെ പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഈ റീസ്റ്റോറേഷൻ ബെനിഫിറ്റിൽ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്. ഓക്കെ, പാർഷ്യൽ റീസ്റ്റോറേഷൻ എന്ന് പറയും. പാർഷ്യൽ റീസ്റ്റോറേഷൻ വരയ്ക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഒരെണ്ണം കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ. പാർഷ്യൽ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ കംപ്ലീറ്റ് ആയിട്ട് ചിലവായതിന് ശേഷം മാത്രമേ റീസെറ്റ് ആവുള്ളൂ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞുതരാം. സോറി സെറ്റ് പറ്റി, ക്ഷമിക്കുക. കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ ആ എമൗണ്ട്, നമ്മുടെ പോളിസിയുടെ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചിലവായതിന് ശേഷം മാത്രമേ റീസ്റ്റോർ ആവുള്ളൂ. അതായത് ഞാൻ ഹോസ്പിറ്റലിൽ പോയി 8 ലക്ഷം രൂപ ചിലവായി, 10 ഉണ്ടല്ലോ കവറേജ്, കമ്പനി 8 കൊടുത്തോളും. അപ്പോൾ ഈ 8നെ കുറിച്ച് ഞാൻ പേടിക്കണ്ട, പോട്ടെ. രണ്ടാമത്തെ എൻ്റെ അടുത്ത ഫാമിലി മെമ്പർ ഹോസ്പിറ്റലിൽ പോയി, അടുത്തൊരു 5 ലക്ഷം രൂപ ചിലവായി. അപ്പോൾ ഈ കേസിൽ എന്താണെന്ന് പറയുക, നമ്മൾ കംപ്ലീറ്റ് റീസ്റ്റോറേഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ കംപ്ലീറ്റ് എമൗണ്ട് ചിലവാവാതെ റീസെറ്റ് ആവില്ല. അപ്പോൾ ആദ്യത്തെ 8 ലക്ഷം പോയി കഴിഞ്ഞാൽ ബാക്കി 2 ലക്ഷമേ ഉള്ളൂ ബാലൻസ്. പക്ഷെ 2 ലക്ഷം ബാലൻസ് നിലനിൽക്കുന്ന സമയത്ത് ഒരു 5 ലക്ഷത്തിൻ്റെ ചിലവ് വന്നു എന്ന് വിചാരിക്കുക. ഇതിൽ നിന്ന് 2 ലക്ഷം രൂപയെ കമ്പനി തരുള്ളൂ, ബാക്കി 3 കയ്യിൽ നിന്ന് ഇടേണ്ടി വരും. ഓക്കെ, അതായത് കംപ്ലീറ്റ് ആയിട്ട് ചിലവായാൽ മാത്രമാണ് റീസ്റ്റോർ ആവുള്ളൂ. അത് ഏതാ എടുത്തിട്ടുള്ളത് നമ്മൾ? റീസ്റ്റോറേഷൻ ബെനിഫിറ്റിൻ്റെ അണ്ടറിൽ കംപ്ലീറ്റ്. ഇതൊന്നുകൂടി പറയണോ? ഓക്കെ, ഇതെനിക്കറിയാം, കോംപ്ലിക്കേഷനാണ്. കേട്ടില്ല. അയ്യോ, അപ്പോൾ ആദ്യം കംപ്ലീറ്റ് പറഞ്ഞിട്ടാണ് പാർഷ്യൽ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. സോറി ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും. ഒരു മിനിറ്റ്. അപ്പോൾ ഞാൻ പാർഷ്യലും കൂടി പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാം. പാർഷ്യൽ എന്ന് പറയുമ്പോൾ ഇത് കോംപ്ലിക്കേഷൻ വരുന്നുണ്ട്, കൺഫ്യൂഷൻ വരുന്നുണ്ട്, ബോറിംഗ് ആയിരിക്കും, പക്ഷേ ഇത് ആവശ്യമുള്ളത് കേട്ടോ, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ പാർഷ്യൽ റീസ്റ്റോറേഷൻ ബെനിഫിറ്റാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. നമ്മുടെ കവറേജ് 10 ആണ്, മനസ്സിൽ വെച്ചോളൂ, അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോ. ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി, അപ്പോൾ ആദ്യത്തെ തവണ ഹോസ്പിറ്റലിൽ പോയി, ഫസ്റ്റ് കേസ് 8 ലക്ഷം രൂപ ചിലവായി. അപ്പോൾ പോളിസി എമൗണ്ടായ 10 ലക്ഷം കംപ്ലീറ്റ് ആയിട്ടല്ല ചിലവായിട്ടുള്ളൂ, അതിൻ്റെ പാർഷ്യൽ എമൗണ്ട് അല്ലെങ്കിൽ ഒരു പോർഷനാണ് ചിലവായിട്ടുള്ളൂ. ആദ്യത്തെ വട്ടം ഹോസ്പിറ്റലിൽ പോയപ്പോൾ കുഴപ്പമില്ല, പ്രശ്നമില്ല, റീസെറ്റായി. അത് ചിലവായി കഴിഞ്ഞപ്പോൾ 8 പോയിന്ന് വിചാരിച്ച് ബാക്കി 2 നിൽക്കുന്നില്ല, അത് തന്നെ 10 മാറി. അതായത് നമ്മുടെ എന്താ പറയുക, ഇൻഷുറൻസിൻ്റെ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ചിലവായിട്ടില്ല. 8 ലക്ഷം രൂപ എനിക്ക് ഹോസ്പിറ്റലിൽ ചിലവ് വന്നിട്ടുള്ളൂ. അതായത് പാർഷ്യൽ എമൗണ്ടാണ് ചിലവായിട്ടുള്ളതെങ്കിലും ഫുൾ എമൗണ്ടിലേക്ക് റീസെറ്റ് ആവും. മനസ്സിലായോ? ഓക്കെ, ഒന്നുകൂടി പറയാം. അതായത് ആദ്യത്തെ തവണ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, ഓക്കെ, 8 ലക്ഷം രൂപ ചിലവായി. ഓക്കെ, അപ്പോൾ 8 ലക്ഷം ചിലവായി കഴിഞ്ഞാൽ നോർമലി ബാലൻസ് 2 ആണല്ലോ വേണ്ടത്. വോയിസിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് ചാറ്റ് നോക്കണമെങ്കിൽ ഞാൻ അങ്ങനെ സ്ലൈഡ് ചെയ്യേണ്ടി വരും, അതാ. ഓക്കെ, അപ്പോൾ 8 ലക്ഷം ചിലവായി കഴിഞ്ഞാൽ 2 ലക്ഷമാണ് ബാലൻസ് വരേണ്ടത്. ഓക്കെ, പക്ഷേ ഇത് 10ലേക്ക് തന്നെ റീസെറ്റ് ആവും, ബാലൻസ് 10 തന്നെയായിരിക്കും. അതായത് പാർഷ്യലി, ഈ 8 ലക്ഷം എന്ന് പറഞ്ഞാൽ ഫുള്ളല്ല, പാർഷ്യലാണ്.
അല്ലെങ്കിൽ ഒരു പോർഷനാണ്. അപ്പോൾ ഇൻഷുറൻസ് എമൗണ്ടിൻ്റെ ഒരു പാർഷ്യൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന താല്പര്യമില്ല, പോർഷൻ എന്ന് ഉപയോഗിക്കുന്ന താല്പര്യം, പക്ഷേ അതിൻ്റെ പേര് പാർഷ്യൽ എന്നായതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു പാർഷ്യൽ എമൗണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിലും പ്രശ്നമില്ല, എത്ര എമൗണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് യൂസ് ചെയ്താലും കുഴപ്പമില്ല, ഫുൾ എമൗണ്ട് നമുക്ക് റീസ്റ്റോർ ആവും. ഓക്കെ ആണോ? ഓക്കെ, ഇത് പാർഷ്യൽ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ്. ഇനി കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു തവണ ഹോസ്പിറ്റലിലേക്ക് പോയി, ഹോസ്പിറ്റലിലേക്ക് പോയി ഫുൾ എമൗണ്ട്, കംപ്ലീറ്റ് എമൗണ്ട് ഞാൻ പറയാൻ പോകുന്നത് കംപ്ലീറ്റ് റീസ്റ്റോറേഷനാണ് കേട്ടോ. കംപ്ലീറ്റ് എന്നുള്ള വാക്കാലോചിച്ചോളോ. അപ്പോൾ വീണ്ടും 8 ലക്ഷം രൂപ തന്നെയാണ് ചിലവായത്. ഇവിടെ നോക്കിയേ, കംപ്ലീറ്റ് ആയിട്ടല്ല ചിലവായത്, പാർഷ്യലായിട്ട് ചിലവായിട്ടുള്ളൂ, കംപ്ലീറ്റ് ചിലവായിട്ടില്ല. ഓക്കെ, കംപ്ലീറ്റ് ചിലവായിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ബാലൻസ് 2 ലക്ഷം ആയിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ ബാലൻസ് 2 ലക്ഷം ആയിരിക്കും. അപ്പോൾ പാർഷ്യൽ റീസ്റ്റോറേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു പോർഷൻ ചിലവാക്കിയാലും, അതിൽ നിന്നുള്ളിൽ നിന്ന് 100% ചിലവാക്കണ്ട, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പോർഷൻ ചിലവാക്കിയാലും ഫുൾ എമൗണ്ടായി മാറും. അത് മീൻ 100% റീസ്റ്റോർ ആയിട്ട് പഴയതുപോലെ 10 ലക്ഷം രൂപയായിട്ട് തന്നെ മാറും. പക്ഷേ കംപ്ലീറ്റ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ കംപ്ലീറ്റ് 10 ലക്ഷം ഞാൻ ചിലവാക്കണം ആ ഹോസ്പിറ്റൽ ചിലവിൽ, അല്ലെങ്കിൽ ആ ചിലവിൽ നിന്നല്ല, അത് ചിലവാവണ വരെ അത് റീസെറ്റ് ആവില്ല. 10 ലക്ഷം രൂപ മൊത്തം ചിലവാവണ റീസെറ്റ് ആവില്ല. അതായത് രണ്ടാമത്തെ വട്ടം പോയപ്പോൾ അവിടെ എനിക്ക് 2 ലക്ഷം രൂപ ബാലൻസിൽ നിന്ന് 2 ലക്ഷം തന്നെയാണ് ചിലവായിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ആദ്യത്തെ തവണ പോയി 8 ലക്ഷം ചിലവായി, രണ്ടാമത്തെ തവണ പോയി 2 ലക്ഷം ചിലവായി, അപ്പോൾ ടോട്ടൽ 10 ലക്ഷം ചിലവായി. അപ്പോൾ റീസെറ്റ് ആവും അത്. മനസ്സിലായോ? ഓക്കെ, ഇനി വേറെ കേസ് വിചാരിച്ചോ. ആദ്യത്തെ തവണ പോയപ്പോൾ 8 ലക്ഷം ചിലവായി, ബാലൻസ് 2 ലക്ഷമാണ് ഉള്ളത്. പക്ഷേ രണ്ടാമത്തെ തവണ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ബില്ല് വന്നത് 5 ലക്ഷമാണ്. ബാലൻസ് 2 ലക്ഷം ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് ചിലവായിട്ടില്ല, 2 ലക്ഷമാണ് ബാലൻസ്. അപ്പോൾ എന്താ ഉണ്ടാവുക, ഇവിടെ ചിലവ് 5 ലക്ഷം വന്നു. അപ്പോൾ ഈ ബാലൻസ് കിടക്കുന്ന എമൗണ്ടിൽ 2 ലക്ഷം, അതാണ് ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരുള്ളൂ. 3 ലക്ഷം കയ്യിൽ നിന്ന് പോവും. ഒന്നുകൂടി പറയാം, തീർച്ചയായിട്ടും. അതായത് നമ്മൾ പറയുന്നത് കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ്റെ കേസിലാണ്. അപ്പോൾ ആദ്യത്തെ തവണ ഹോസ്പിറ്റലിൽ പോയി 8 ലക്ഷം രൂപ ചിലവായി. ഓക്കെ, ബാലൻസ് നമ്മുടെ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 10 ലക്ഷം. അപ്പോൾ അതിൽ നിന്ന് 8 ലക്ഷം രൂപ ചിലവായി, ബാക്കിയുള്ളത് 2 ലക്ഷം അങ്ങനെ തന്നെ നിൽക്കും, 2 ലക്ഷമായിട്ട് നിൽക്കും. അത് 10ലേക്ക് റീസെറ്റ് ആവുന്നില്ല, കംപ്ലീറ്റ് ചിലവായാലേ റീസെറ്റ് ആവുള്ളൂ. ഓക്കെ, ഇൻ കേസ് അടുത്ത ഹോസ്പിറ്റൽ ചിലവ് 2 ലക്ഷമാണെന്ന് വിചാരിക്കുക. ഓക്കെ, നോ പ്രോബ്ലം, നമുക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല, കറക്റ്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ 10 ലക്ഷം രൂപ കംപ്ലീറ്റ് ആയി, അതായത് 10 ലക്ഷം രൂപ നമ്മൾ കംപ്ലീറ്റ് ഉപയോഗിച്ചു. അപ്പോൾ ഇത് റീസെറ്റ് ആവും, 10ലേക്ക് തിരിച്ച് റീസെറ്റ് ആവും. അതായത് നമ്മുടെ ടോട്ടൽ 10 ലക്ഷം കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ച് തീർത്താലാണ് റീസെറ്റ് ആവുള്ളൂ. ഓക്കെ, ഇൻ കേസ് ഈ രണ്ടാമത്തെ തവണ പറഞ്ഞോ. ഉണ്ടാവും. ഈ റീസ്റ്റോറേഷൻ എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ അതിൽ ഉണ്ടാവും. പക്ഷേ റീസ്റ്റോറേഷൻ ഇല്ലാത്ത ഇൻഷുറൻസ് ഉണ്ടാവും കേട്ടോ. ഞാൻ അതാ പറഞ്ഞതൊക്കെ ചിലപ്പോൾ ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഓൺലൈനിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ബിക്കോസ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരം കുറവാണ്. എനിക്ക് തന്നെ ഇത് മനസ്സിലാവണില്ല. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടല്ലേ കേൾക്കണം, എന്നിട്ട് തന്നെ എനിക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ നിങ്ങളിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഓൺലൈനിൽ നോക്കുമ്പോൾ ഇതൊക്കെ മതി, തൽക്കാലിക്ക് വയ്യ നോക്കാം എന്നുള്ള രീതിയിൽ നമ്മളിത് മൈൻഡ് ചെയ്യാണ്ട് വിടും, പക്ഷേ പണി വരും. ഓക്കെ, അപ്പോൾ മാക്സിമം ഓൺലൈനിൽ നിന്ന് കട്ട് ചെയ്യുക. ഓൺലൈനിൽ നിന്ന് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ സംഭവം കുറേ ഒരു ഡിസ്കൗണ്ട്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 10, 15, 20% ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ടെങ്കിൽ, കൃത്യമായിട്ട് എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഓൺലൈനിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ഒരു ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് തന്നെ എടുക്കുക. സംഭവം അവർക്ക് നമുക്ക് ഒരു 10%, ഒരു ചിലപ്പോൾ 10,000 രൂപയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു 1000 രൂപയോ 1500 രൂപയായിരിക്കും ഓൺലൈനിൽ നിന്ന് എടുത്താൽ സേവ് ചെയ്യാൻ പറ്റുമായിരിക്കുക. പക്ഷേ ഹിഡനായിട്ട് കുറേ സാധനങ്ങൾ മിസ്സാവും.
അപ്പോൾ ഒരു ഏജൻ്റ് ആണെങ്കിൽ മാക്സിമം പറഞ്ഞ് തരും. ഓക്കെ, നിങ്ങളുടെ അടുത്തൊക്കെ എന്തെങ്കിലും ഏജൻസ് ഉണ്ടാവും. ഓക്കെ, ഏജൻ്റ് ഒരു കാര്യം പറഞ്ഞാലും അത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാതിരിക്കുക, അതും ഒന്ന് ചെക്ക് ചെയ്തോളാം. അവരും സെല്ല് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ഇതൊന്നുകൂടി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റോറേഷൻ ബെനിഫിറ്റാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ആദ്യത്തെ കേസിൽ 8 ലക്ഷം ചിലവായി എന്ന് പറഞ്ഞു, ബാക്കി 2 ലക്ഷം ഉള്ളൂ. രണ്ടാമത്തെ തവണ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ബില്ല് 5 ലക്ഷം വന്നു. നമ്മുടെ കയ്യിൽ ബാലൻസ് 2 ലക്ഷം ഉള്ളൂ. കംപ്ലീറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് തീർന്നാലാണ് 10 ലക്ഷം ആവുള്ളൂ. അപ്പോൾ ഈ 2 ലക്ഷമേ നമുക്ക് ഈ കേസിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബാക്കി 3 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഇടേണ്ടി വരും. അതായത് നമ്മുടെ കയ്യിൽ ഒരു ജെംസ് മിഠായിയുടെ പാക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, 10 മിഠായി അപ്പോൾ ഈ പാർഷ്യലിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മിഠായിയുടെ ഉള്ളിൽ, ആ പാക്കറ്റിൻ്റെ ഉള്ളിൽ 10 മിഠായി ഉണ്ട്. നമ്മൾ എത്ര മിഠായി എടുത്ത് തിന്നാലും അതെപ്പോഴും 10 ഫില്ലായിക്കൊണ്ടേയിരിക്കും. 10 തന്നെ ആയിക്കൊണ്ടിരിക്കും. ഒരെണ്ണം എടുത്ത് തിന്നാലും 10, 2 എടുത്ത് തിന്നാലും 10. അതാണ് പാർഷ്യൽ റെസ്റ്റോറേഷൻ കേസ്. പക്ഷേ കംപ്ലീറ്റ് റെസ്റ്റോറേഷൻ കേസിൽ എന്താ, എൻ്റെ കയ്യിൽ ജെംസ് മിഠായിയുടെ പാക്കറ്റ് ഉണ്ട്, ഞാൻ തിന്ന് അത് 10 കഴിഞ്ഞാലേ 10 തിന്ന് തീർന്നാലേ അടുത്ത 10 അവിടേക്ക് വരുള്ളൂ. ഓക്കെ, മനസ്സിലായോ? രണ്ട് എന്ന് പറഞ്ഞാൽ മുന്നത്തെ ബാലൻസ്. പത്ത് കിട്ടും തീർച്ചയായിട്ടും. ഇതിപ്പോൾ നോക്കി, ആദ്യത്തിൽ 8 യൂസ് ചെയ്തു, രണ്ടാമത്തിൽ 2 യൂസ് ചെയ്തു, ഇനി 10 മാറും, കുഴപ്പമില്ല. കുഴപ്പമില്ല, പറ്റും. ആ പർട്ടിക്കുലർ കേസിലാണ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ഒരു ഇതിലേക്ക് പോകുന്നുണ്ട്. ഇനി സബ്ലിമിറ്റ്. ഇതൊക്കെ നിങ്ങൾ ശരിക്കും കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തവരുണ്ടെന്ന് വിശ്വസിക്കുന്നു. സബ്ലിമിറ്റ് എന്നുള്ള സംഭവം, ഓക്കെ, സബ്ലിമിറ്റ് എന്നുള്ള സംഭവം ഉണ്ടാവും. ഈ സബ്ലിമിറ്റ് ശരിക്കും പാടില്ല. അതെന്താ സബ്ലിമിറ്റ് എന്ന് വെച്ചാൽ, അവർ പറയാണ് ഇന്ന അസുഖങ്ങൾ, ഞാൻ വീണ്ടും പറയണം, നമ്മുടെ ക്ലെയിം എമൗണ്ട് 10 കേട്ടോ. എല്ലാ കേസിലും 10. ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന വരെ 10. അപ്പോൾ സബ്ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇന്ന അസുഖങ്ങൾക്ക്, ചില അസുഖങ്ങൾക്ക് നമ്മുടെ കമ്പനി ഇത്ര രൂപ വരെ സ്പെൻഡ് ചെയ്യുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ, എനിക്ക് കാട്രാക്റ്റ് വേണ്ട, ഒരു രോഗം, എങ്കിൽ ഹാർട്ട് സംബന്ധമായ ഒരു അസുഖം വന്നെന്ന് വിചാരിക്കുക. ആര് വന്നിട്ടുണ്ട്? അപ്പോൾ എനിക്ക് ഒരു ഹൃദയ സംബന്ധമായ ഒരു അസുഖം വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ സർജറിക്ക് പോയപ്പോൾ ഒരു 10 ലക്ഷം രൂപ ചിലവാകുമെന്നാണ് പറഞ്ഞത്. 10 ലക്ഷം രൂപ ചിലവാകുമെന്ന് പറഞ്ഞത്. ഞാൻ എന്തിനാണ് പേടിക്കേണ്ട ആവശ്യം? 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് അല്ലേ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് എന്നും വിചാരിച്ച് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകും. ഹോസ്പിറ്റലിൽ പോയിട്ട് ബില്ലും വരുന്ന സമയത്ത് അവർ 10 ലക്ഷം എന്ന് പറയും. ഞാൻ എൻ്റെ ഇൻഷുറൻസ് കാർഡ് അവിടേക്ക് നീട്ടുന്നു. അവർ പറയുന്നു ഇതിൽ 10 ലക്ഷം രൂപ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? ഇതിന് സബ്ലിമിറ്റ് ഉണ്ടായിരുന്നു. ഏതിന്? ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കമ്പനി പറയുന്നത് 5 ലക്ഷം രൂപ വരെ അവർ സ്പെൻഡ് ചെയ്യുള്ളൂ എന്ന് അവർ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിക്കാത്ത കാരണം കൊണ്ടാണ് എനിക്കത് അറിയാൻ പറ്റാഞ്ഞത്. ഞാൻ ഇൻഷുറൻസ് എടുത്തു വെച്ച് ഇത് എടുത്തിട്ടുണ്ട്, എനിക്കൊന്നും പേടിക്കല്ലേ, വരണടുത്ത് വെച്ച് കാണാം, 1 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോവില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ പെടും. നല്ല രീതിയിൽ വായിച്ചു നോക്കണം, അതാണ് പറഞ്ഞത്. അപ്പോൾ സബ്ലിമിറ്റ്, നോ സബ്ലിമിറ്റ്, അല്ലെങ്കിൽ സബ്ലിമിറ്റ് പാടില്ല, നോ സബ്ലിമിറ്റ് എന്നുള്ള സാധനമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സബ്ലിമിറ്റ് ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? ചില രോഗങ്ങൾക്ക് ഇത്ര എമൗണ്ട് വരെ കമ്പനി സ്പെൻഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, മനസ്സിലായോ? ചില രോഗങ്ങൾക്ക് ഇത്ര എമൗണ്ട് വരെ കമ്പനി സ്പെൻഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതായത് നമുക്ക് ഫുൾ എമൗണ്ട് ചിലപ്പോൾ പറ്റില്ല. നമുക്ക് ഇത്ര എമൗണ്ട് എൻ്റെ ബാലൻസ് ഉണ്ട്, 10 ലക്ഷം ഉണ്ട്, പക്ഷേ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ അതാണ് ഈ സബ്ലിമിറ്റിൻ്റെ കേസ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പതുക്കെ പറയണുള്ളൂ. അപ്പോൾ സ്പീഡ് കൂട്ടണമെങ്കിൽ സ്പീഡ് കൂട്ടാം, കുഴപ്പമില്ല. ഓക്കെ, സബ്ലിമിറ്റ് അല്ല, ഇതെന്താ എടുക്കുന്നത് വെച്ചാൽ സബ്ലിമിറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ അവിടെ ചിലപ്പോൾ എടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ സബ്ലിമിറ്റ് ഇല്ലാത്തത് വേണം ചൂസ് ചെയ്യാൻ. സബ്ലിമിറ്റ് പാടില്ല. അത് ഏത് രോഗമാണെങ്കിലും നമുക്ക് ചികിത്സിക്കാൻ പറ്റണം, ഏത് രോഗമാണെങ്കിലും എനിക്ക് ആ ഇൻഷുറൻസ് ഉപയോഗപ്പെടുത്താൻ പറ്റണം. അതാണ് എൻ്റെ ലക്ഷ്യം.
ഓക്കെ. അപ്പോൾ ചിലപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഏജൻറ്റ് പറയും സബ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ സബ് ലിമിറ്റിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഏജൻറ്റിൻ്റെ അടുത്ത് പോയ സമയത്ത് നമ്മൾ കണ്ടു സബ് ലിമിറ്റ് എന്നുള്ള വാക്കുണ്ട്. അപ്പോൾ ഏജൻറ്റ് പറയണം അത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും ചിലപ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ വേറൊരു ഇൻഷുറൻസ് ഏജൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ChatGPT യൂസ് ചെയ്യുക. അതിലെല്ലാം കിടക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം വരും. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള കേസാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ എനിക്കും എന്തായാലും ChatGPT അത്ര അറിയൊന്നുമില്ല, എനിക്ക് പക്ഷേ അറിയണമൊക്കെ എന്തായാലും പറഞ്ഞാലും പേടിക്കണ്ട. ഓക്കെ. അതേപോലെ റൂം റെൻറ്റ് ക്യാപ്പിംഗ് എന്ന് എടുക്കുന്നുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ റൂം റെൻറ്റ് ലിമിറ്റ് എന്ന് എടുക്കുന്നുണ്ടാവും. അപ്പോൾ റൂം റെൻറ്റ് എന്താ വേണ്ടത്? റൂം റെൻറ്റ് ലിമിറ്റ് ഉണ്ടാവരുത്. നോ റൂം റെൻറ്റ് ലിമിറ്റ്, അതാണ് നമുക്ക് ആവശ്യം. ഓക്കെ, നോ റൂം റെൻറ്റ്. ഇതുപോലെ സബ് ലിമിറ്റ് ഉണ്ടാവരുത്. റൂം റെൻറ്റിന് ലിമിറ്റ് ഉണ്ടാവരുത്. ലിമിറ്റ് അതായത് ചില സ്ഥലത്ത് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. ചില സമയത്ത് നമുക്ക് ഞാൻ ഇപ്പോൾ അപ്പോളോയിലാണ് പോയി കിടക്കേണ്ടി വരുന്നത് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അറ്റ്ലക്സ് അവിടെയാണ് പോയി കിടക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഇൻഷുറൻസ് പ്രകാരം അവർ റൂം റെൻറ്റ് 5000 രൂപയെ തരുള്ളൂ എന്ന് വിചാരിക്കുക. പെർ ഡേ 5000 ഒക്കെ തരുള്ളൂ എന്ന് വിചാരിക്കുക. ബില്ല് ചിലപ്പോൾ 10000 വന്നു കഴിഞ്ഞാൽ ഞാൻ കയ്യിൽ നിന്ന് ഇടേണ്ടി വരും. ബില്ല് ചിലപ്പോൾ ഒരു 30000 വന്നാലും ചിലപ്പോൾ കയ്യിൽ നിന്ന് ഇടേണ്ടി വരും. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഭയങ്കര ഹാർട്ട് സർജറിയാണ് വന്നിട്ടുള്ളതെങ്കിൽ ഹൈ ക്വാളിറ്റി റൂമായിരിക്കും, അല്ലെങ്കിൽ നല്ല റൂം റെൻറ്റ് വരും. അപ്പോൾ നമ്മുടെ ഈ 5000 രൂപ കൊണ്ട് അവിടെ പറ്റിയെന്ന് വരില്ല. ഇപ്പം ഇതിനൊന്നും എക്സ്ട്രാ പൈസ നമ്മൾ കൊടുക്കണ്ട. ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇതൊരു ആഡ് ഓൺ ഫീച്ചറൊന്നുമല്ല. അപ്പോൾ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മളത് ഹിഡൻ ആയിട്ട് ഞാൻ എടുക്കുന്ന ഇൻഷുറൻസിൽ റൂം റെൻറ്റ് ലിമിറ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ ഏജ്, എൻ്റെ രോഗം, കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഇൻഷുറൻസ് പറഞ്ഞു തരും. അതിന് നമ്മൾ കമ്പയർ ചെയ്യണം. ഒരു 3-4 ഇൻഷുറൻസ് എടുത്ത് കമ്പയർ ചെയ്യാണ് ചെയ്യുക. സംഭവം പോളിസി ബസാർ എന്നുള്ള വെബ്സൈറ്റിൽ കയറി തന്നെ കമ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഞാൻ ശ്രദ്ധിക്കണം, അതാണ് നമ്മൾ ശരിക്കും ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എ എന്നുള്ള ഇൻഷുറൻസ് ഉണ്ട്, ബി എന്നുള്ള ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ എയിൽ റൂം റെൻറ്റിന് ലിമിറ്റ് ഇല്ല, ബിയിൽ റൂം റെൻറ്റ് ലിമിറ്റ് ഉണ്ട്, 5000 വരെ ഉള്ളൂ. അപ്പോൾ ബി അല്ല ചൂസ് ചെയ്യണ്ടേ, നോ റൂം റെൻറ്റ് ലിമിറ്റ് ഉള്ളതാണ് ചൂസ് ചെയ്യണ്ടേ. ഓക്കെ, സിമ്പിളായിട്ട് റൂം റെൻറ്റിന് ഞാൻ ഇപ്പോൾ ഇതിനെ 10000 രൂപയുടെ റൂമിൽ കിടക്കേണ്ട ആവശ്യം, എനിക്ക് വാർഡിൽ കിടക്കാം, അങ്ങനെ ചിന്തിക്കരുത്. ഓക്കെ, എപ്പോഴാണ് എന്താ ആവശ്യം വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ അതായത് പോസിറ്റീവായിട്ട് തന്നെ ഇരുന്നാൽ മതി. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഇൻ കേസ് നിർഭാഗ്യവശാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ നേരത്തെ കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ അടുത്ത മ്യൂച്വൽ ഫണ്ടിലും സേവിങ്സിലും ഗോൾഡിലൊക്കെ ആയിട്ട് സൂക്ഷിച്ച് വെച്ച നിക്ഷേപങ്ങൾ പൊട്ടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറച്ച് റിഗ്രറ്റ് ചെയ്യും. അപ്പോൾ ആ റിഗ്രറ്റ് ഒഴിവാക്കാം. ഓക്കെ, ഇനി സ്പെസിഫൈഡ് ഇൽനെസ് എന്നുള്ള സംഭവമുണ്ട്. ഓക്കെ, ഒറ്റ മിനിറ്റ്. സ്പെസിഫൈഡ് ഇൽനെസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ രീതിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ സ്പെസിഫൈഡ് ഇൽനെസ്സിൻ്റെ അണ്ടറിൽ കുറച്ച് രോഗങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അത് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇൻഷുറൻസ് എടുത്തു, അടുത്ത ആഴ്ച എനിക്ക് ഇതിൽ ഒരു രോഗം വന്നു അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് ഈ പറഞ്ഞ പോലെ പോളിസി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കാണിക്കും കേട്ടോ. ക്രിട്ടിക്കൽ ഇൽനെസ്സിൻ്റെ അണ്ടറിൽ 60 രോഗങ്ങളാണ് വരിക. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ ഓരോ ഇൻഷുറൻസിനും ചിലപ്പോൾ ഓരോന്നായിരിക്കും, അല്ലെങ്കിൽ ഒരുവിധം ഏകദേശം വിചാരിക്കാം. അപ്പോൾ വട്ടവർ സ്പെസിഫൈഡ് ഇൽനെസ്സിൻ്റെ അണ്ടറിൽ പെടുന്ന ഒരു രോഗം ഞാൻ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടി, എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇൻഷുറൻസ് കമ്പനി ആ പൈസ തരില്ല. എന്താ കാരണം എന്നറിയോ? സ്പെസിഫൈഡ് ഇൽനെസ്സിന് 2 കൊല്ലത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. സ്പെസിഫൈഡ് ഇൽനെസ്സിന് 2 കൊല്ലത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതായത് ഞാൻ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം ഇൻഷുറൻസ് എടുത്തതിന് ശേഷം 2 കൊല്ലം കഴിഞ്ഞാലാണ് ഈ സ്പെസിഫൈഡ് ഇൽനെസ് എന്ന കാറ്റഗറിയിൽ പെടുന്ന രോഗങ്ങൾ വന്നാൽ എനിക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഇൽനെസ്, അത് നമുക്ക് ശ്രദ്ധിക്കാനൊന്നുമില്ല, നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതുപോലെ ക്രിട്ടിക്കൽ ഇൽനെസ്സിൻ്റെ അണ്ടറിൽ ഈ പറഞ്ഞ പോലെ ഒരു 10-60 അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 3 കൊല്ലമാണ് കേട്ടോ. ക്രിട്ടിക്കൽ ഇൽനെസ്സിൻ്റെ വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 90 ദിവസമാണ്. 90 ദിവസം. അപ്പോൾ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അത് നമുക്ക് ഓൾറെഡി ഒരു രോഗമുണ്ട്, നാളെ പോയിട്ട് ഒരു ഇൻഷുറൻസ് എടുത്തിട്ട് അതിന് പോയിട്ട് ചികിത്സിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അതായത് ഇത് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, എന്നാൽ പിന്നെ ഞാൻ എന്തെങ്കിലും ഇൻഷുറൻസ് എടുക്കണേ, അതല്ല അതിൻ്റെ അർത്ഥം.
മാക്സിമം നമ്മൾ ആരോഗ്യവാനായിട്ടിരിക്കുന്ന സമയത്താണ് ഇൻഷുറൻസ് എടുക്കേണ്ടത്. ആരോഗ്യവാനായിട്ടിരിക്കുന്ന സമയത്താണ് ഇൻഷുറൻസ് എടുക്കേണ്ടത്. ഓക്കെ, അല്ലാണ്ട് എന്തെങ്കിലും രോഗം വന്നിട്ടല്ല. ഇത് മറ്റേ സംഭവമാണ്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമാണ്. എന്തെങ്കിലും വന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല, വരുന്നതിന് മുന്നേ നമ്മളൊന്ന് സേഫായിട്ടിരിക്കുക, നമ്മളൊന്ന് ജാഗരൂപരാവുക എന്ന് പറയണത്. ഓക്കെ, അതുപോലെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ്. അപ്പം അതിലും ഒരു കാറ്റഗറിയിൽ കുറച്ച് സെറ്റ് ഓഫ് ഡിസീസ് ഉണ്ട്. അതിൽ വരുന്നത് 3 years വെയിറ്റിംഗ് പീരീഡാണ്. അപ്പോൾ ഈ സംഭവങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെന്ന് മനസ്സിൽ ആലോചിച്ചോളൂ. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ചിലപ്പോൾ ഗ്യാസ്ട്രോ സംബന്ധമായ രോഗമായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും രോഗമായിരിക്കാം. നമ്മൾ അത് കാര്യമില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഈ ലിസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. ഇപ്പോൾ ഈ PDF ഞാൻ കൂടി അയച്ചിടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ എന്തായാലും മറന്നു പോകും. പക്ഷേ പറ്റുകയാണെങ്കിൽ അതിൻ്റെ സൈഡിൽ ഒരു പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് ഒന്ന് സൈഡിൽ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ ബുക്കിൽ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ ഈ റെക്കോർഡിംഗ് ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. ഒന്നും പറ്റിയില്ലെങ്കിൽ ഈ ടൈറ്റിൽ വെച്ചിട്ട് അങ്ങോട്ട് ChatGPTക്ക് കൊടുക്കുക. അത്രയുള്ള പരിപാടി. ഇനി മെറ്റേണിറ്റി, ഇത് ഇൻഷുറൻസിൽ നമ്മൾ ഇങ്ങനെ എല്ലാവരും ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞു, 2 കുട്ടി അല്ലെങ്കിൽ 3 കുട്ടിയായിട്ട് ജീവിക്കുന്ന വ്യക്തി, അപ്പോൾ ഞാൻ ഇൻഷുറൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് മെറ്റേണിറ്റിയുടെ ആവശ്യമില്ല. എന്താ ആർക്കും ആവശ്യമുള്ളതെന്ന് അറിയോ? ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അടുത്ത മാസം അതിന് ശേഷമാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകണമെന്ന് വിചാരിക്കുക. അപ്പം ഞാനിതെടുത്ത് വെച്ചാൽ നല്ലതായിരിക്കും. ഞാനും കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയും ഉൾപ്പെട്ടുകൊണ്ടിട്ടുള്ള ഒരു ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഇതെടുത്ത് വെച്ചിട്ട് അപ്പോൾ തന്നെ പോയി പ്രസവിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടില്ല. ഇതിനും വെയിറ്റിംഗ് പീരീഡ് ഒരു 2 കൊല്ലമുണ്ട്. മെറ്റേണിറ്റിക്കും 2 കൊല്ലം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതായത് പ്രസവ ചിലവ് അതിൽ കവറാവും. അതേപോലെ പ്രസവ ചിലവ് മാത്രമല്ല, ന്യൂ ബോൺ ബേബിയുടെ 1 കൊല്ലത്തെ ചിലവോ എന്തോ വാക്സിനേഷൻ ചിലവോ അങ്ങനെയൊക്കെ ഇതിൽ കവറാവും. ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ എനിക്കറിയില്ല, ഇത് പുതിയതായിട്ട് ഞാൻ കേട്ടിട്ടുള്ള സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്ന് ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുക, അപ്പോൾ ഒന്ന് ജസ്റ്റ് വാട്സാപ്പ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽസ് എടുത്ത് തരും, നോ പ്രോബ്ലം. ഓക്കെ, പിന്നെ ഈ ഡൊമിസിലിയറി കെയർ എന്നുള്ള സംഭവമുണ്ട്. ഇതും നിങ്ങൾ ചിലപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്നതായിരിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ലല്ലോ, ഫാമിലിക്ക് മൊത്തത്തിലല്ല ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ ഫാമിലിയിൽ പ്രായമായ വ്യക്തികളും ഉണ്ടാവുമല്ലോ, അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പ്രായമായ വ്യക്തികൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ നേടേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഹോം നേഴ്സിനെ വെക്കേണ്ട കേസ് വരും, ചിലപ്പോൾ വീട്ടിൽ വന്നിട്ടായിരിക്കും ചികിത്സ. അപ്പോൾ സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ചിലവാണ് കവറാവാന്നാണ് ഞാൻ പറഞ്ഞത്, ഹോസ്പിറ്റൽ ചിലവ്. അപ്പോൾ വീട്ടിൽ വെച്ച് ചികിത്സ നടത്തുന്ന വീട്ട് ചിലവ് ഹോസ്പിറ്റൽ ചിലവായിട്ട് കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ഈ ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് നേഴ്സ് നോക്കുന്ന കേസ്, അങ്ങനത്തെ ചിലവുകൾ, അപ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ വീട്ടിൽ വെച്ച് നടത്തുന്ന ആ ഒരു ചിലവുകളൊക്കെ നമുക്കിതിൻ്റെ ഉള്ളിൽ പെട്ടുപോകും. ഇതൊന്നും ആഡ് ഓൺ ഫീച്ചറല്ല. നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസിൻ്റെ ഉള്ളിൽ ഇതുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ എല്ലാതും വേണ്ടി വരില്ല, പക്ഷേ മാക്സിമം ആവശ്യമുള്ളതൊക്കെ നിങ്ങൾക്ക് സ്വയം അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പ്രായമായ വ്യക്തികളൊന്നുമില്ല, അപ്പോൾ എല്ലാവരും 35 ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഇതെന്തിനെടുത്ത് വയ്ക്കേണ്ടതെന്ന് തോന്നാം. ഇത് എന്നാലും എടുത്ത് വയ്ക്കേണ്ടി വരും. ഇത് എപ്പോഴും ആവശ്യം വരാം, നമ്മൾ പ്രായമാകുമ്പോൾ ആവശ്യം വരും. അപ്പോൾ ആ സമയത്ത് ഇത് ആഡ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്നും വരില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ പുതിയ ഇൻഷുറൻസ് ചിലപ്പോൾ പുതുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് ബാധ്യതയാവാതിരിക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്. ഇത് ഡേ കെയറിൽ കുട്ടികളാക്കുന്നതിനുള്ള ഒരു ഇൻഷുറൻസ് ആയിട്ട് വിചാരിക്കരുത്. ഇതെന്താണെന്ന് അറിയോ? ഹോസ്പിറ്റലിൽ സാധാരണ അഡ്മിറ്റ് ആയാലാണ് ആ ഒരു എന്താ പറയുക, ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പണ്ട്, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാത്ത സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ അല്ലെങ്കിൽ 24 മണിക്കൂർ ആയാലാണ് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഇപ്പോഴും അങ്ങനത്തെ ഇൻഷുറൻസ് ക്ലെയിമുകൾ ഉണ്ടാവാതിരിക്കാം. അപ്പോൾ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അഡ്മിറ്റ് ആവാതെയും ചികിത്സ തേടുന്ന സമയത്ത്, അപ്പോൾ എനിക്ക് ഈ ഒരു കാറ്ററാക്ട് സർജറി ചെയ്യണം, ഞാൻ അവിടെ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. 10-15 മിനിറ്റ് ചിലപ്പോൾ ചിലവ് ലേസർ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ട് 10-15 മിനിറ്റിൽ ചിലപ്പോൾ തീരും. അപ്പോൾ എനിക്ക് അപ്പം തന്നെ ചിലപ്പോൾ വീട്ടിൽ വരാം, അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റിൽ വീട്ടിലേക്ക് വരാം. അല്ലെങ്കിൽ ഒരു മൈനർ സർജറി ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോഴത്തെ ഒട്ടുമിക്ക മൈനർ സർജറീസും അഡ്മിറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ചെല്ലുന്നു, സർജറി ചെയ്യുന്നു, ഒരു 10-15 മിനിറ്റ് ചിലപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പം അങ്ങനത്തെ കേസിൽ നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസിയിൽ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് പൈസ കൊടുക്കേണ്ടി വരും. എനിക്ക് അവിടെ ഒരു ദിവസം എനിക്ക് കിടന്നേ പറ്റുമെന്ന് പറഞ്ഞിട്ട് എടുക്കാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സംഭവം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട,
ഇങ്ങനെ സംഭവം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മേടിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ കൺസ്യൂമറബിൾസും അവിടെ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കണം. അതെന്താണെന്നറിയോ? ഇപ്പം എനിക്കൊരു സർജറി ചെയ്തു. സർജറിയുടെ ചിലവ് 3 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ കമ്പനി പറയുന്നത് 2 ലക്ഷം രൂപയെ തരാൻ പറ്റുള്ളൂ. 2 ലക്ഷം രൂപയെ തരാൻ പറ്റുള്ളൂ. ബാക്കി 1 ലക്ഷം രൂപ കയ്യിൽ നിന്നിട്ടോ. എന്താ കാരണം എന്നറിയോ? കൺസ്യൂമറബിൾസ് എന്നുള്ള സംഭവം നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് പോളിസിയിൽ ഉൾപ്പെടാത്തതായിരിക്കാം. അതെന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഡോക്ടർമാരുടെ ഗ്ലൗസ് കാര്യങ്ങൾ, നമ്മുടെ ഓപ്പറേഷൻ സർജറിക്ക് ഉപയോഗിക്കുന്ന പഞ്ഞി, സിസർ, വേറെ എന്തൊക്കെ ഇഞ്ചക്ഷൻസ് ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻസ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഐറ്റംസും, ചിലപ്പോൾ ഗുളികളായിരിക്കാം. അപ്പോൾ ഇതൊന്നും അതിൽ ഉൾപ്പെടുന്നില്ല എന്ന് പറയാം. ചിലപ്പോൾ അതിന് നല്ലൊരു എമൗണ്ട് പൊട്ടിയാലോ, പറയാൻ പറ്റില്ല. ഇത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് വേറെ എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അത് ചിലപ്പോൾ 10-15 രൂപയുടെ കേസ് ഉണ്ടാവുള്ളൂ. 10,000 രൂപ എന്താ വിലയല്ലേ? നമ്മുടെ ഇൻഷുറൻസിന് ആകെ ചിലപ്പോൾ 10,000 രൂപ ഉണ്ടാവുള്ളൂ. അപ്പോൾ വീണ്ടും പോയി 10,000 കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറിയ കാര്യമാണ്. കൺസ്യൂമറബിൾ ചിലപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് പോവില്ല. ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മുടെ മനസ്സ് പോവില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് തന്നെയാണ്. പിന്നെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുൻപ് ഒരു 60 ദിവസവും അതിന് ശേഷം ഒരു 60 ദിവസം ഉള്ള ചിലവ് ആണ് ശരിക്കും ഇത് ഉദ്ദേശിക്കുന്നത്. ചില അസുഖങ്ങൾക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു, എന്നാലും വീട്ടിലെത്തിയതിന് ശേഷം ഒരു 10-60 ദിവസത്തെ എക്സ്ട്രാ വേറെ എന്തെങ്കിലും ചിലവുണ്ടാവും. വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ എല്ലാവർക്കും കണക്റ്റ് ആവില്ല. അപ്പോൾ ആ ഒരു പണി കിട്ടിയ ആ വ്യക്തിക്ക് ഇത് കണക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ, ബേസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം നമുക്ക് വേണമെന്നാണ്. അപ്പോൾ ഇത് അതിനുള്ളതാണ്. പിന്നെ ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡായിട്ട് എന്തായാലും എല്ലാത്തിലും ഒരു 30 ഡേയ്സ് വരും. പിന്നെ ഈ കേസിൽ സ്പെസിഫൈഡ് ഇൽനെസ്, ക്രിട്ടിക്കൽ ഇൽനെസ്, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്, ഇപ്പോൾ നോർമലി 2 years, 90 days, 3 years ആണ്. ഇത് ഏതൊക്കെയോ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. മാക്സിമം ഇതൊക്കെ കുറവുള്ളത് എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഈ ഒരു അസുഖം ഉണ്ട്. അപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് 3 years എന്നുള്ളതിന് പകരം ഈ 2 years കിട്ടാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ 1 year കിട്ടാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ, കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ സ്വയം പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ടീച്ചറായിട്ട് മാറുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്നോടും ChatGPTയോടും. അപ്പോൾ എന്നിട്ട് നമ്മളത് കൃത്യമായിട്ട് പഠിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കുഞ്ഞു മിസ്റ്റേക്കിന് നമ്മൾ പേ ചെയ്യേണ്ടി വരിക വലിയ എമൗണ്ട് ആയിരിക്കും. ഇപ്പോഴായിരിക്കും ഒരു 10 കൊല്ലത്തിൻ്റെ അപ്പുറത്തായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫൈനാൻഷ്യലി ഫ്രീ ആയിരിക്കണമെന്ന് വലിയ ഉറപ്പില്ല, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ബ്രോക്ക് ആയിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഓരോ ചിലവുകളൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ കടമൻ ചൂട്ടാൻ നമുക്ക് തന്നെ ഒരു പിടി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ പണികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ഇപ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള കാര്യം മനസ്സിൽ ഉണ്ടായിക്കോട്ടെ. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഇതിലെന്തെങ്കിലും എക്സ്ട്രാ എടുത്ത് പറയേണ്ടതുണ്ടോ? ഒന്ന് പറയാൻ പറ്റുമോ? കേട്ടില്ല. സബ് ലിമിറ്റും പറയും. ഓക്കെ, സബ് ലിമിറ്റ് 10, 13. ഓക്കെ, സബ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക, സബ് ലിമിറ്റ് ഇല്ലാത്ത ഒരു പോളിസിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്താണ് സബ് ലിമിറ്റ്? നമ്മുടെ പോളിസിക്ക് 10 ലക്ഷം രൂപയാണ് കവറേജ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ചികിത്സ തേടേണ്ടി വന്നു. 10 ലക്ഷം രൂപ വരെ കമ്പനി കവർ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഏജൻറ്റ് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത്. പക്ഷെ എനിക്കൊരു എക്സ് എന്നുള്ള ഒരു രോഗം വന്നു. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടിയപ്പോൾ എനിക്കൊരു 10 ലക്ഷം രൂപ ചിലവായി. അതായത് നമ്മുടെ സം എമൗണ്ടായ 10 ലക്ഷം രൂപ ചിലവായി. അത് വിചാരിച്ചിട്ട്
അപ്പോൾ കമ്പനിക്ക് ഞാനത് ക്ലെയിമിന് കൊടുത്തപ്പോൾ അവർ പറയാണ് 10 ലക്ഷം രൂപ ഈ ഡിസീസിന് എക്സ് എന്നുള്ള രോഗം വന്നിട്ടാണല്ലോ പോയത്, 10 ലക്ഷം രൂപ ഈ ഒരു ഡിസീസിന് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കമ്പനി തരില്ല. ഈ ഒരു പർട്ടിക്കുലർ ഡിസീസിന് കമ്പനി 5 ലക്ഷം രൂപ വരെ ക്ലെയിം അനുവദിക്കുന്നുള്ളൂ. ഓക്കെ, അതായത് എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ബ്രെയിൻ ക്യാൻസർ വന്നു എന്ന് വിചാരിക്കുക. ഞാൻ ബ്രെയിൻ ക്യാൻസർ വന്ന് സർജറിക്ക് വേണ്ടിയിട്ട് ഞാൻ അഡ്ലക്സിലേക്ക് പോയി. അവിടെ പോയിട്ട് സർജറി ചെയ്തു. 10 ലക്ഷം രൂപ ചിലവായി. 10 ലക്ഷം രൂപ ചിലവായി. ഞാൻ ക്ലെയിം കൊടുത്തു, ക്യാഷ്ലെസ് ക്ലെയിം കൊടുത്തു. ക്ലെയിം കൊടുത്തപ്പോൾ അവർ പറയാ ഇതിൽ 10 ലക്ഷം രൂപ ഒന്നും തരാൻ പറ്റില്ല, 5 ലക്ഷമേ തരാൻ പറ്റുള്ളൂ. കാരണം ഈ രോഗത്തിന് സബ്ലിമിറ്റ് ഉണ്ട്. ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പർട്ടിക്കുലർ ചില രോഗങ്ങൾക്ക് ഫുൾ എമൗണ്ട് തരില്ല, ലിമിറ്റഡ് എമൗണ്ടേ തരുള്ളൂ. ലിമിറ്റഡ് എമൗണ്ടാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ സബ് ലിമിറ്റ് പാടില്ല, ഒറ്റ രോഗങ്ങൾക്കും സബ് ലിമിറ്റ് പാടില്ല. സബ് ലിമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കവറേജ് 10 ലക്ഷം ഉണ്ടെങ്കിലും ഫുൾ എമൗണ്ട് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. അതായത് ബാക്കി പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഇടേണ്ടി വരും. സിമ്പിളായിട്ട് പറഞ്ഞാൽ സബ് ലിമിറ്റ് ഇല്ലാത്ത ഒരു ഇൻഷുറൻസ് പോളിസിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഓക്കെ, ഇനി ഇതിലങ്ങനെ ഒന്നുമില്ല, 90% ഒന്നുമില്ല. അതൊക്കെ ടൈം പേടിക്കണ്ട, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അത് ആലോചിച്ചോളോ, ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി, ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പേയ്മെൻറ്റ് എന്നുള്ള സംഭവമുണ്ട്. കോപ്പേ PAY അല്ലെങ്കിൽ പേയ്മെൻറ്റ്. സോറി, ഇത് ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. ഇപ്പം ഈ കോപ്പേ എന്നുള്ള സംഭവം ഇല്ലാത്ത ഇത് കോപ്പേയാന്ന് വിചാരിക്കുക. അപ്പോൾ കോപ്പേ പാടില്ല. ഓക്കെ, കോപ്പേ എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയോ? നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി, ഒരു എമൗണ്ട് ചിലവായി, അതിൽ ഫുൾ എമൗണ്ട് കമ്പനി തരുന്നില്ല, ഫുൾ എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി തരുന്നില്ല. ചിലപ്പോൾ 90% തരുള്ളൂ, ചിലപ്പോൾ 95% തരുള്ളൂ. അതായത് പേയ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് കുറച്ച് നമ്മളും ബാക്കി കമ്പനിയും, അതാണ് പേയ്മെൻറ്റ്. അത് പാടില്ല, ഫുള്ള് കമ്പനി ആയിരിക്കണം. അപ്പോൾ പേയ്മെൻറ്റ് ഉള്ളതാണോ ഞാൻ സെലക്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ പേയ്മെൻറ്റ് ഇല്ലാത്തതാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. സബ് ലിമിറ്റ് ഇല്ലാത്തതാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. റൂം റെൻറ്റ് ലിമിറ്റ് ഇല്ലാത്തതാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊന്നും ഇല്ലാത്തതാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. പേയ്മെൻറ്റ് 90% കമ്പനി, 10% ഞാൻ. ഇത് ചിന്തിക്കുമ്പോൾ 1 ലക്ഷത്തിന് രൂപയുടെ ചിലവായി, അപ്പോൾ 10,000 രൂപ വലിയ കുഴപ്പമില്ല. പക്ഷേ 10 ലക്ഷം രൂപ ചിലവായി, അതിൻ്റെ 10% എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. അതൊരു എമൗണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കണം. അപ്പോൾ പേയ്മെൻറ്റും ഉണ്ടാവരുത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ തന്നെ നിങ്ങളെല്ലാം എഴുതി വെച്ചോ, അത് നമ്മളെ PDF ഇല്ലാത്ത കാരണം മറക്കാൻ സാധ്യതയുണ്ട്. ഇനി ഡൊമിസിലിയറി കെയർ എന്ന് പറയുന്നത് പ്രായമായ വ്യക്തികൾ വീട്ടിലുണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ പേരൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അറിയാം, ചിലപ്പോൾ പ്രായമായ ആളുകൾക്ക് എല്ലാ ദിവസവും ഹോസ്പിറ്റലിലേക്ക് ചിലപ്പോൾ അഡ്മിറ്റ് ആവേണ്ട വരില്ല, വീട്ടിലിരുന്നിട്ടായിരിക്കും ചിലപ്പോൾ ചികിത്സിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നഴ്സിനെ വെക്കേണ്ട ആവശ്യം വരാം. എന്നാലോചിച്ചാൽ മതി, നഴ്സിനെ വെക്കേണ്ട ആവശ്യം വരാം. അപ്പം അത്തരം ചിലവുകൾ, വീട്ടിൽ ഇരുന്നു കൊണ്ടുള്ള ചികിത്സാ ചിലവുകൾ കവർ ചെയ്യുന്ന ഒരു സംഭവത്തിനാണ് ഡൊമിസിലിയറി കെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് പെടും. ഓക്കെ, ഇതും ഇപ്പോൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഇപ്പോൾ ചോദിച്ച വ്യക്തിക്ക് ചിലപ്പോൾ ഇത് ആവശ്യം ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും അവർ ചോദിച്ചത്. ബാക്കി എല്ലാവർക്കും ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ അത് വിചാരിച്ച് ഇത് അറിയാത്ത പോലെ ഇത് വിടരുത്, ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക. പിന്നെ പോളിസിയിൽ ഇപ്പോൾ ആവശ്യമുള്ള വ്യക്തി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇതും നമ്മളെടുക്കാൻ പോകുന്ന പോളിസിയിൽ ഉൾപ്പെട്ടതാണോ എന്ന് ചോദിക്കുക ആദ്യം ഏജൻറ്റിൻ്റെ അടുത്ത്. അതിൽ ഒന്ന് കാണണം, നമ്മൾ കണ്ണാലേ അത് കാണാം. ഇങ്ങനത്തെ കേസ് നമ്മൾ ഓൺലൈൻ എടുക്കുമ്പോൾ ഇതാ പ്രശ്നം, നമ്മൾ ചിലപ്പോൾ ഇതൊന്നും കണ്ടൊന്നും ഇല്ല. അവിടെ കുറേ എഴുതി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഡൊമിസിലിയറി കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് വായിക്കാൻ ബുദ്ധിമുട്ട്, വായിച്ചിട്ട് മനസ്സിലാവാത്തതുകൊണ്ടല്ലേ നമ്മൾ ചിലപ്പോൾ ലേസി ആയിട്ട് പോകും, മടിയായിട്ട് പോകും, വായിക്കാതിരിക്കാം. ഞാനാണെങ്കിൽ ചിലപ്പോൾ മടിച്ചിട്ട് വായിക്കാതിരിക്കാം. അപ്പോൾ അങ്ങനെ മടിയുള്ളവർ എന്താ ചെയ്യേണ്ടത്, ഒരു ഫോട്ടോ എടുത്തിട്ട് ChatGPT കൊടുക്കുക. എന്നിട്ട് ഇത് ചുരുക്കി 1-2 വരിയിൽ അത് പറഞ്ഞുതരാൻ പറഞ്ഞാൽ പുഷ്പം പോലെ ചെയ്തു തരും. ഓക്കെ, അപ്പോൾ ആ
ഒരു ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഡൗട്ടുള്ള കേസുകളിൽ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം, കുഴപ്പമില്ല. എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ എനിക്കിതിൻ്റെ 100% നോളജുള്ള വ്യക്തിയായിട്ട് വിചാരിക്കരുത്. അപ്പോൾ ലിമിറ്റഡ് നോളജ് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഞാൻ ഇതിൻ്റെ IC 380 എന്നുള്ളൊരു എക്സാം എഴുതിയിട്ട് ഞാൻ പാസ്സായിട്ടുണ്ട്. എനിക്ക് അതിൽ സർട്ടിഫിക്കേഷൻ ഉണ്ട്. പ്ലസ് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത ഒരു അറിവും എനിക്കുണ്ട്. സ്റ്റിൽ അത് കംപ്ലീറ്റ് നോളജ് ആയിരിക്കില്ല, അതും കൂടി ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങളൊരു പോളിസി ഏജൻറ്റുമായിട്ട് സംസാരിക്കുന്ന സമയത്തും അതും കംപ്ലീറ്റ് നോളജ് ആയിരിക്കില്ല, ആ വ്യക്തിക്ക് അറിയാത്തതുണ്ടായിരിക്കാം. അതുകൊണ്ട് പറഞ്ഞാൽ ഒരു വ്യക്തിനെ മാത്രം ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യരുത്. ഒരാളോടും കൂടി അഭിപ്രായം ചോദിക്കുക, ChatGPTയോടും അഭിപ്രായം ചോദിക്കുക. ഓക്കെ, കുറച്ച് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാത്തിനും ChatGPT ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് ആവശ്യമുള്ള സംഭവം ചെക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു വിഷമവും വിചാരിക്കേണ്ട, ആരും കളിയാക്കാനൊന്നും പോകില്ല. നമുക്ക് ആവശ്യമുള്ളതാട്ടോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഡൊമിസീലിയറി. ഈ പ്രീ ആൻഡ് പോസ്റ്റ് പറഞ്ഞോ. അത് പോസിബിളാണ്. അതെ, അങ്ങനെയുള്ള ചിലവുകൾ, കാരണം വീട്ടിലുള്ള വാക്സിനേഷൻ അത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് പോസിബിൾ ആണെന്നറിയാം, അത് ഞാൻ വേണമെങ്കിൽ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ആരെന്ത് ഡൗട്ട് ചോദിച്ചാലും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട 95% ഡൗട്ടുകൾ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഇൻസ്റ്റൻ്റായിട്ട് ചിലപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റില്ല, നെക്സ്റ്റ് ടൈം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കോൺഫിഡൻ്റായിട്ട് ആ കാര്യം പറയുന്നത്. പേടിക്കണ്ട, സെറ്റ് ചെയ്യാം. 10 മിനിറ്റ്. ഓക്കെ, പറ്റാണെങ്കിൽ ഒരു മെസ്സേജും കൂടി അയച്ചിട്ട് ഞാൻ മറക്കില്ല. ഓക്കെ, ഇനി പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്ന കേസ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എന്താ പറയുക, എന്തെങ്കിലും രോഗം വന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആവേണ്ട വന്നു. അതിനുശേഷം ഞാൻ റിലീസായി, ഹോസ്പിറ്റലിൽ നിന്ന് റിലീസായി. പക്ഷേ അതിന് ശേഷവും ചിലപ്പോൾ വേറെ മറ്റു ചില ചിലവുകൾ വരാം. ചിലപ്പോൾ അത് മെഡിസിൻ്റെ ചിലവായിരിക്കാം, ചിലപ്പോൾ വേറെ, ഇപ്പം എനിക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നില്ല. ഇപ്പം ഓക്കെ, അങ്ങനത്തെ ചിലവുകളായിരിക്കാം. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലല്ല ചിലവ് സംഭവിച്ചിട്ടുള്ളത്, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ആ ചിലവുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരം ചിലപ്പോൾ വാക്സിനേഷൻ പോലത്തെ ചിലവുകളായിരിക്കാം, ചിലപ്പോൾ ഒന്ന് ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിലും പറ്റും. അപ്പോൾ അങ്ങനത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൻ്റെ പുറത്ത് വരുന്ന ചിലവുകൾ. ഓക്കെ, അങ്ങനത്തെ ചിലവുകളിലാണ് ശരിക്കും ഈ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്നുള്ള കേസിൽ വരുന്നത്. പക്ഷെ ഇത് എല്ലാ ഇൻഷുറൻസിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സംഭവം, ഈ ഡൊമിസീലിയറിയും എല്ലാ ഇൻഷുറൻസിലും ഉള്ളതല്ല കേട്ടോ. മെറ്റേണിറ്റി എല്ലാ പോളിസിയിലും ഉള്ളതല്ല, ഇതൊന്നും എല്ലാ പോളിസിയിലും ഉള്ളതല്ല. ഓക്കെ, അപ്പോൾ നമുക്കിതൊക്കെ ആവശ്യമുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഇപ്പോൾ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയെ നിർബന്ധമായിട്ട് ഇതെടുത്ത് വെച്ചോ. ഓക്കെ, അപ്പോൾ അതൊക്കെ ആവശ്യം നോക്കിയിട്ടും കൂടി എടുക്കാം. മാക്സിമം എല്ലാവരും എല്ലാതും എടുക്കുക. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമുക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന്. അത് എന്തായാലും എടുക്കുക. ഈ കൺസ്യൂമറബിൾസൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും, പക്ഷേ എന്തായാലും എടുത്തേ പറ്റും. എന്തായാലും എടുത്തേ പറ്റുന്നല്ല, ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു സ്കീം സെലക്ട് ചെയ്യാൻ നോക്കുക. ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ആദ്യം പറഞ്ഞ പോയിൻ്റ്, നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ആൻഡ് ക്യാഷ്ലെസ് ക്ലെയിം. പിന്നെ വേറെ ഒരു സംഭവം കൂടി ഉണ്ട്, അത് ഇത്ര കേട്ടുപരിചിട്ടുണ്ടാവില്ല. എയർ ആംബുലൻസ് എന്നുള്ളൊരു ഫെസിലിറ്റി. ഇത് 90% ആളുകൾക്ക് ഇത് ഉപയോഗിക്കേണ്ട വരില്ല, എന്നാലും പറയുന്നതാണ്. അതായത് ഇപ്പോൾ എനിക്കൊരു ഹൃദയം മാറ്റി വയ്ക്കേണ്ട ഒരവസ്ഥ വരികയാണ്. അപ്പോൾ നമുക്ക് ഹെലികോപ്റ്റർ വഴി നമ്മുടെ ഹൃദയം, വേറൊരാളുടെ ഹൃദയം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരേണ്ട ഒരവസ്ഥയായിരുന്നു. അതൊരു ചിലവാണ്. അപ്പോൾ ആ എയർ ആംബുലൻസ് എന്നുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എക്സ്ട്രാ ചിലവായിരിക്കില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഹൃദയം എയർ ആംബുലൻസ് വഴിയായിരിക്കില്ല മാറ്റിവെക്കുക. ഞാനത് പറഞ്ഞതാണ്, ഇങ്ങനൊരു സംഭവം കൂടി നിലവിലുണ്ട് എന്നറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ആക്ച്വലി ഇത് റൈഡേഴ്സ് അല്ല, അതിൽ അതായത് ഉള്ളതും ഇല്ലാത്തതും അങ്ങനെ പറയാൻ പറ്റുള്ളൂ. റൈഡേഴ്സ് എനിക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊണ്ടുവരുന്നത് ടേമിലാണ്. ചിലപ്പോൾ 10,000 രൂപയുടെ ഇൻഷുറൻസിൽ ഇതെല്ലാം ഉണ്ടാവും.
ചിലപ്പോൾ 10,000 രൂപയുടെ വേറെ കമ്പനിയുടെ ഇൻഷുറൻസിൽ ഒരു പകുതി ഉണ്ടാവുള്ളൂ. ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏജ്, നമ്മുടെ ഹെൽത്ത്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാച്ച് ചെയ്യുന്ന ഒരു 4-5 ഇൻഷുറൻസ് നമുക്ക് കാണാൻ പറ്റും. ആ 4-5 ഇൻഷുറൻസിൻ്റെ ഉള്ളിൽ കയറി ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ലിസ്റ്റ്. ഇപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കുന്നതിന് മുൻപ് ഇതൊക്കെ അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചത്. ചിലപ്പോൾ എല്ലാതും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ടേം ഇൻഷുറൻസിലാണ് ആഡ് ഓൺസ് ആയിട്ട്. ഓക്കെ, ഇതിലും ആഡ് ഓൺസ് അവൈലബിൾ ആയിരിക്കാം. ഞാൻ പറഞ്ഞത് ഇത് എന്നാലും ഒരുവിധം കുഴപ്പമില്ലാത്തതിലൊക്കെ ഇതൊക്കെ പെടാറുണ്ട്. അതൊരു തരത്തിൽ പാക്കേജ് ആയിരിക്കാം. അപ്പോൾ ഒരു പാക്കറ്റ് മിഠായി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ കാണപ്പെടുന്ന 14-15 മിഠായികളാണ് ഇതെന്ന് വിചാരിക്കുക. അപ്പോൾ എ എന്നുള്ള സ്ഥലത്ത് നിന്ന് മിഠായി വാങ്ങുമ്പോൾ 15 സംഭവങ്ങൾ അവിടെ ഉണ്ട്. ബി എന്ന സ്ഥലത്ത് നിന്ന് മിഠായി വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ 10 സംഭവങ്ങൾ ഉണ്ടാവുള്ളൂ. 2 സ്ഥലത്ത് ആ മിഠായിക്ക് വില സെയിം ആയിരിക്കും ചിലപ്പോൾ. ഇതൊന്നും 100% പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഏജിനനുസരിച്ച് മാറും, നമ്മുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറും. പിന്നെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് 30 വയസ്സിൻ്റെ ഉള്ളിൽ എടുക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഈസി ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഇതിലെനിക്ക് തോന്നുന്നു കൂടുതലും 30 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു ചെക്കിങ് വരും, നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടി വരും. ചെക്ക് ചെയ്യേണ്ട സമയത്ത് പിന്നെ അതേപോലെ തന്നെ നുണ പറയാതിരിക്കുക. ഇപ്പോൾ ചോദിക്കുകയാണ് സിഗരറ്റ് വലിക്കുന്ന ആളാണോ, സ്ഥിരമായിട്ട് സിഗരറ്റ് വലിക്കുന്ന ആളാണോ ചോദിച്ചു കഴിഞ്ഞാൽ നുണ പറയരുത്, വലിക്കുമെന്ന് തന്നെ പറയാം. അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കും. ഇത് നുണ പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറയുക, നമ്മൾ പ്രീമിയം കുറയാൻ വേണ്ടിയിട്ടായിരിക്കും നുണ പറയുണ്ടാവുക. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു അസുഖം വരാണ്. അപ്പോൾ നമ്മൾ പണ്ട് നുണ പറഞ്ഞ് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ആ അസുഖം വന്ന് നമ്മൾ ക്ലെയിം കൊടുക്കുമ്പോൾ ക്ലെയിം കിട്ടില്ല. നുണ പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് സേവ് ആവണമെന്നില്ല, ക്ലെയിം തള്ളി പോവുക ചെയ്യുക. ചിലപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിലോ അല്ലെങ്കിൽ ക്രിട്ടിക്കലിലോ അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഇൽനെസ്സിലോ എവിടെയെങ്കിലും കൊണ്ട് ആഡ് ചെയ്ത് വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു പോകും. അപ്പം നുണ പറഞ്ഞു കഴിഞ്ഞാൽ സേവ് ആവില്ല, ബുദ്ധിമുട്ടിലേക്കാണ് കൊണ്ടെത്തിക്കുക. അതാലോചിച്ചോളോ, സത്യം പറയാൻ ശ്രമിക്കുക. ഇനി ഇപ്പോൾ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ടോപ്പിക്കിൻ്റെ പുറത്താണ്. കുറച്ച് കോംപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് തരാൻ സാധ്യതയുണ്ട്. അത് ചെറിയ കോംപ്ലിക്കേഷൻ ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, സോറി. ഓക്കെ, ഇത് ടോപ്പിക്കിൻ്റെ ഉള്ളിലല്ല. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതൊന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കംപ്ലയിൻ്റ് ചെയ്യരുത്. ഗ്രൂപ്പിൽ വന്നിട്ട് ഇപ്പോൾ ഇതൊന്നും എനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ടോപ്പിക്കിൽ അല്ലാത്ത കാരണം കേട്ടോ ഞാൻ പറയുന്നത്. അത് കാരണം ഡിസ്ക്ലെയിമർ തന്നതാണ്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടേം ഇൻഷുറൻസ് നമ്മൾ 60 വയസ്സ് വരെയൊക്കെ നമ്മൾ അടച്ചിട്ട് ഇപ്പോൾ എനിക്ക് ഒരു പോയിന്റിലെത്തിയിട്ട് ഇതിപ്പോൾ എന്തിനടച്ചാലും എനിക്കിത് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല, ഇത് വിഡ്രോ ചെയ്യാൻ വല്ല വകുപ്പുണ്ടോ, അങ്ങനത്തെ ചിന്തകളൊക്കെ ചിലപ്പോൾ വരാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസിൽ പറ്റിയ ഒരു പർട്ടിക്കുലർ ഇൻഷുറൻസാണ്, ഒരു പോളിസി, ഒരു കമ്പനിയുടെ തന്നെ ഞാൻ പറയുന്നത്. ഇതെനിക്ക് ആ ഒരു എക്സാമ്പിളായിട്ട് എൻ്റെ ഫ്രണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഒരു ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന്, അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അത് എനിക്ക് പരിചയപ്പെടുത്തണം എന്ന് തോന്നി. ഇത് പോയിട്ട് എടുക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ICICയുടെ ടേം ഇൻഷുറൻസ് പ്ലസ് യുലിപ്പ് എന്ന് പറഞ്ഞിട്ട് ടുലിപ്പ് എന്നുള്ളൊരു സംഭവമുണ്ട്. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റും ടുലിപ്പ് എന്നാണ് ടി ആയിട്ട് കരുതുക. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഗൂഗിൾ മീറ്റ് ഞാൻ ഉപയോഗിക്കാറില്ല, ഞാൻ സൂമാണ് ഉപയോഗിക്കാറ്. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ടുലിപ്പ് എന്നുള്ള ഒരു സ്കീം ICICയുടെ ആണ്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാലേ, അതിലത്തെ നമ്മൾ സാധാരണ ടേം ഇൻഷുറൻസ് വരുന്നത് ഒരു 6,000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 10-40 കൊല്ലം വരെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക നോർമലി. ഓക്കെ, പിന്നെ ഈ പറയാൻ പോകുന്നത് ചിലപ്പോൾ എല്ലാവർക്കും അപ്ലിക്കബിളായി എന്നും വരില്ല. അതൊക്കെ ഞാൻ ഡിസ്ക്ലെയിമർ തരുന്നത് ഇത് എക്സ്ട്രാ അല്ലെങ്കിൽ ഇത് ടോപ്പിക്കിൻ്റെ പുറത്തുള്ള ഒരു കാര്യമായതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ഈ ടുലിപ്പ് എടുത്തു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പേയ്മെൻറ്റ് എത്ര വരെ, ഒരു 5,000-6,000 ആനുവലി ആണ് ടേം ഇൻഷുറൻസിന് വരിക. 5,000-6,000 ആണ് ടേം ഇൻഷുറൻസിന് വരിക ആനുവലി. ഓക്കെ, അപ്പോൾ അതിന് പകരം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ 10 കൊല്ലം അടച്ചാലാണ് 60,000 ആവുള്ളൂ ടേം ഇൻഷുറൻസിന്. ഓക്കെ, ഒരു 40 കൊല്ലം അടച്ചാലാണ് ഒരു 2.5-3 ലക്ഷത്തിൻ്റെ അടുത്തേക്ക് ആവുള്ളൂ. അങ്ങനെ വരുള്ളൂ ടോട്ടൽ. അതിന് പകരം നമ്മൾ ടുലിപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു 30-35 വയസ്സുള്ള ഒരു വ്യക്തിനെ വെച്ചാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആ ഒരു കാൽക്കുലേഷനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 1.2 ലാക്ക് വെച്ചിട്ട്, ഓക്കെ, 1.2 ലാക്ക് വെച്ച് ആനുവലി നമ്മൾ 7 കൊല്ലം അടയ്ക്കുകയാണ്. 1.2 ലാക്ക് ആനുവലി വെച്ചിട്ട് നമ്മൾ 7 കൊല്ലം അടയ്ക്കുന്നു. ഓക്കെ, 7 കൊല്ലം, ആകെ ടോട്ടൽ 7 കൊല്ലം ആണ് അടയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ അടയ്ക്കുന്ന എമൗണ്ട് 8.4 ലക്ഷം. ടോട്ടൽ അടയ്ക്കുന്ന എമൗണ്ട് 8.4 ലക്ഷം. സാധാരണ ഒരു ടേം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ 5,000-6,000 വെച്ചിട്ട് അല്ലെങ്കിൽ 8,000 വെച്ചിട്ട് 10-40 കൊല്ലത്തേക്ക് അടച്ചാലും നമുക്ക് ആകെ 2-3 ലക്ഷമൊക്കെ വരുള്ളൂ എന്ന് വിചാരിക്കുക. അതിന് പകരം തുളിപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1.2 ലാക്ക് വെച്ചിട്ട് 7 കൊല്ലത്തേക്ക് അടക്കണം. ഇപ്പോൾ നല്ലോണം ഡിഫറൻസ് ഉണ്ട്. 50% കൂടുതൽ എമൗണ്ട് ഇതിലേക്ക് അടയ്ക്കേണ്ടി വരും. എന്തിന് ഇതടയ്ക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിന് ഇതടയ്ക്കണം? ഒറ്റ മിനിറ്റ് ടൈപ്പ് ചെയ്യാം. ഇതിൻ്റെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. രക്ഷയില്ലല്ലോ. ഞാൻ കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കമൻറ്റ് ബോക്സ് ഒന്ന് യൂസ് ചെയ്തോട്ടെ. ഹലോ, ഓക്കെ. ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു സാധാരണ എടുക്കുക, എന്താ പറയുക, ഒരു 6,000-7,000 വെച്ചിട്ട് ഒരു കൊല്ലം അടയ്ക്കുക ചെയ്യുക. അതിന് പകരം 1.2 ലാക്ക് വെച്ചിട്ട് ഞാനൊരു 7 കൊല്ലത്തേക്ക് അടയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ എൻ്റെ കയ്യിൽ നിന്ന് പോണ പൈസ 8.4 ലക്ഷം. ഇതൊരു 30-35 വയസ്സുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ 35 വയസ്സുള്ളത് അവർക്ക് ഏകദേശം ഇതാ വരാം. അപ്പോൾ സാധാരണ നമ്മൾ ടേം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 50 ലക്ഷം വരെ കിട്ടുള്ളൂ. നമ്മുടെ ആനുവൽ സാലറിയുടെ 20 ലക്ഷം വരെയാണ്, 20 ഇരട്ടി വരെയാണ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ. പക്ഷേ ഈ കേസിൽ ഇത് ആര് എടുത്താലും ഈ കേസിൽ 3 ലക്ഷം ആനുവൽ പാക്കേജോ 4 ലക്ഷമോ 2 ലക്ഷമോ ഇനി 1 ലക്ഷമോ ആര് എത്ര ആനുവൽ പാക്കേജുള്ള വ്യക്തി എടുത്താലും നോർമൽ ഡെത്തിന് 1 CR കിട്ടും. അവിടെ ആനുവൽ പാക്കേജ് കുറവുള്ള വ്യക്തി എടുക്കുകയാണെങ്കിൽ 50 ലക്ഷം കിട്ടുള്ളൂ. ഇവിടെ നോർമൽ ഡെത്തിന് 1 CR കിട്ടും. ആക്സിഡൻറ്റിലാണ് നിങ്ങൾ മരിക്കുന്നത് എന്ന് വിചാരിക്കുക. ആക്സിഡൻറ്റിലാണ് നിങ്ങൾ മരിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? അങ്ങനെയാണെങ്കിൽ നമുക്കല്ല, നമ്മുടെ ഫാമിലിക്ക് 2 CR കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫാമിലിക്ക് 2 CR കിട്ടും. ഇനി ഞാൻ നേരത്തെ ഒരു ആഡ് ഓണിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആക്സിഡൻ്റൽ ഡിസേബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അതവിടെ ആഡ് ഓൺ ഫീച്ചറായിട്ടാണ് കൊടുക്കേണ്ടത്. അതിന് പകരം ഇത് ഓൾറെഡി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആക്സിഡൻറ്റ് പറ്റി ജോലിക്ക് പോകാൻ പറ്റാത്ത, കൈയും കാലും മറ്റു പോകണം എന്നല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ച, ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു കവറേജ് ഓൾറെഡി 80 ലക്ഷം കവറേജ് കിട്ടും. ഇവിടെ 80 ലക്ഷം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അതല്ല, ഇതുകൂടാതെ നമ്മളിത് 40 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ മരിച്ചാലും മരിച്ചില്ലെങ്കിലും 30 ലക്ഷം രൂപ നമുക്ക് കിട്ടും. 30 ലക്ഷം രൂപ 40 കൊല്ലത്തിന് ശേഷം മരിച്ചാലും മരിച്ചില്ലെങ്കിലും കിട്ടും. അതെന്താണെന്നറിയോ? ഈ ടുളിപ്പ് എന്നുള്ള സംഭവത്തിൽ, ഇത് യുളിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിക്ക് എന്തോ സംഭവം, യൂണിക്ക് ലൈഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അങ്ങനെ എന്തോ ആയിരുന്നു, ഞാൻ മറന്നുപോയി. ഈ യുളിപ്പ് പ്ലസ് ടേം എന്നാണ് ഈ സംഭവത്തിൻ്റെ പേര്. അങ്ങനെയാണ് ഇത് ടുളിപ്പ് എന്നുള്ളതിലേക്ക് എത്തിയത്. ഓക്കെ, സോറി, എനിക്കത് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇതിൽ ഇതെന്താ, ടേം ഇൻഷുറൻസ് ഉണ്ട്, ഇതിൽ യുളിപ്പുണ്ട്. അങ്ങനെയാണ് ഇത് ടുളിപ്പായത്. ടേം ഇൻഷുറൻസ് പ്രകാരം നമ്മൾ നോർമൽ ഡെത്തിൽ 1 CR, ആക്സിഡൻ്റൽ ഡെത്തിൽ 2 CR, ആക്സിഡൻ്റ് ഡിസേബിലിറ്റിയുടെ 80 ലക്ഷം കിട്ടും. പ്ലസ് മരിച്ചാലും മരിച്ചില്ലെങ്കിലും ആഫ്റ്റർ 40 years നമുക്ക് 30 lakh കിട്ടും. ബിക്കോസ് ഈ നമ്മളടയ്ക്കുന്ന ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ ഒരു എമൗണ്ട് അവർ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ 30 lakh എന്ന് പറയുന്നത് വെച്ചാൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 25 35 പോരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിലാണ്. ഓക്കെ, അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിലാണ്. അപ്പോൾ കറക്റ്റ് ഇത്ര എമൗണ്ട് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഒരു രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ടേം പറഞ്ഞിട്ടുണ്ട്, ഹെൽത്ത് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് നമ്മളൊന്ന് ICICIയുടെ ഒരു പ്ലാനും ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം കൂടി നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നോർമൽ ടേം എടുക്കുന്നതിന് പകരം നിങ്ങൾ യുലിപ്പ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടോട്ടൽ കവറേജ് വരുന്നത് 2.8 CR ആണ് ഏകദേശം എന്ന് പറയാം. പ്ലസ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ കൂട്ടണ്ട, ബാക്കി കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, അത് ആലോചിച്ചാൽ മതി. ഇവിടെ വേറെ ആഡ് ഓൺ പറഞ്ഞു കേട്ടില്ല. അത് പോസിബിൾ ആണ്. ബിക്കോസ് ഇവിടെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ ആനുവലി ഇവിടെ പേയ്മെൻറ്റ് വരുന്നത് 1.2 ലക്ഷം രൂപയാണ്. അപ്പോൾ ആനുവൽ സാലറി 3 ലക്ഷം രൂപയുള്ള വ്യക്തിക്ക് എന്തായാലും ഇത് അടയ്ക്കാൻ പറ്റില്ല എന്ന് അവർക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അവിടെ ലൈഫ് വാല്യൂ, അപ്പോൾ ആനുവൽ സാലറി 10, 15, 20 ഒക്കെ ഉള്ള ആളുകൾക്കാണ് ഇത് എന്തായാലും അടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റേ സംഭവം ഇവിടെ കവറായിട്ടുണ്ട്. അപ്പോൾ 10 ലക്ഷം കവറേജ് ഉള്ള വ്യക്തിയാണെങ്കിൽ 10 × 20 2 CR പാക്കേജ്. ഒരു തരത്തിൽ അത് അവരുടെ ലാഭം നോക്കിയിട്ട് തന്നെ ചെയ്യുള്ളൂ. നമ്മൾ വിചാരിക്കേണ്ട ഇത് എളുപ്പമാണെന്ന് വിചാരിക്കരുത്. അവർ ബിസിനസ്സാണ് അത് 7 വർഷം അടച്ചാൽ മതി. മറ്റേതാകുമ്പോൾ 10-40 വർഷം അടക്കേണ്ടി വരും. 40 60 വയസ്സ് വരെയോ അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ കേസിലും കമ്പനി ബിസിനസ്സാണ് ചെയ്യുന്നത്. നമ്മളുടെ മാത്രം ബെനിഫിറ്റ് ഇല്ല, അവർക്കും ബെനിഫിറ്റ് ഉണ്ട്. ഏതാ ഇത്? ലൈഫിൽ പെടും. ഹെൽത്തിലല്ല ഇവിടെ. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് അത് കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. അത് ആത്മഹത്യ അല്ലല്ലോ ഉദ്ദേശിച്ചാൽ, അങ്ങോട്ട് പോകണ്ട കേട്ടോ. അത് പ്രശ്നം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അത് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ അണ്ടറിൽ ഇങ്ങനെ പോകും. സോറി, ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല. അല്ല, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1000 പേർക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. ഇൻഷുറൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1000 പേര് അത് ഉപയോഗിക്കില്ല എന്നതാണ് അവർ ആദ്യത്തെ ലാഭം. രണ്ടാമത്തെ ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എമൗണ്ട് അവർക്ക് കൊടുത്തു. ഇതെല്ലാം പോകുന്നത് ഈ ഇപ്പം LIC നമുക്കറിയാമല്ലോ. LIC ഒരു മ്യൂച്വൽ ഫണ്ട്, LIC ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പോൾ എല്ലാവരും കൊടുക്കുന്ന ഒരു എമൗണ്ട് വലിയൊരു എമൗണ്ടായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ വലിയ കമ്പനികളിൽ പെട്ട ഒരു കമ്പനിയാണ് LIC. അവരുടെ കയ്യിൽ ഹ്യൂജ് എമൗണ്ട് ഉണ്ട്. ആ ഹ്യൂജ് എമൗണ്ട് വെച്ചിട്ട് അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺസ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ചിലപ്പോൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന റിട്ടേൺ എമൗണ്ട് മാത്രം ഇവിടെ സ്പെൻഡ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, അല്ലാതെ LIC അങ്ങനെയാണ് ഇതൊരു തരത്തിൽ കമ്പനി റൺ ആവുന്നത്. അപ്പോൾ നമ്മുടെ നിന്ന് ഒരു 1000 പേരെ നിന്ന് ഇത്ര എമൗണ്ട് വെച്ച് പിരിച്ച് അവരുടെ കയ്യിലൊരു എമൗണ്ട് X എന്നുള്ളൊരു എമൗണ്ട് വന്നു. X എന്നുള്ള എമൗണ്ട് പോയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന അതിൻ്റെ ലാഭം അല്ലെങ്കിൽ ഡിവിഡൻഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പുറത്തേക്ക് വരുന്ന ഒരു എമൗണ്ട്, അത് വെച്ചിട്ട് നമ്മളെ ക്ലെയിംസും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാൻ പറ്റും. അല്ല, അസുഖം വന്ന് മരിച്ചാൽ അത് നോർമൽ ഡെത്തായിട്ട് തന്നെ കരുതുള്ളൂ. ആക്സിഡൻ്റൽ ഡെത്ത് അല്ലാത്ത കേസ്. അതന്നെ. ഞാൻ HDFCയിൽ എടുത്ത, പക്ഷേ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അത് ഞാൻ പറഞ്ഞ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അത് നമ്മളെടുത്ത് വരുമ്പോഴേ എന്തായാലും നേരത്തെ എടുത്തില്ലെങ്കിൽ ഒരു എമൗണ്ട് കുറച്ച് കൂടുതലായിരിക്കും. അതെനിക്ക് പറയാനുള്ളൂ. അത് ആദ്യത്തെ വർഷം നമ്മൾ ഫുൾ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും. അതായത് ഒരു എക്സാമ്പിൾ, അതായത് ക്രെഡിറ്റ് കാർഡിൽ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അല്ലാത്ത കേസിൽ EMI ആയിട്ട് ഡയറക്റ്റ് എടുക്കുമ്പോൾ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഓൺലൈനിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ EMI ആയിട്ട് എടുക്കാൻ പറ്റും. ഓൺലൈനിൽ നിന്ന് പരമാവധി ഒഴിവാക്കുക. ആദ്യത്തെ വർഷം ഞാൻ ഒരു എക്സാമ്പിളിൽ എൻ്റെ ഇൻഷുറൻസ് 25,000 വിചാരിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയറിൽ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് 25 പേ ചെയ്തു, ഫുൾ എമൗണ്ട് പേ ചെയ്തു. എന്നിട്ട് ഞാൻ ക്രെഡിറ്റ് കാർഡിലാണ് അത് EMI ആയിട്ട് കൺവേർട്ട് ചെയ്തത്. ഓക്കെ, പക്ഷേ രണ്ടാമത്തെ കൊല്ലം എനിക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ഡയറക്റ്റ് EMI ആയിട്ട് തരും. അപ്പോൾ ആദ്യത്തെ കൊല്ലം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, രണ്ടാമത്തെ കൊല്ലം പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നമില്ല എന്നല്ല, അത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്തു. ഞങ്ങൾ പതുക്കെയാണ് കവർ ചെയ്തത്. ഓക്കെ, നമുക്ക് ഡൗട്ടുകൾ ഉണ്ടാവാതിരിക്കാം. കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞുതരാം, അറിയാത്തതാണെങ്കിൽ
പിന്നീട് എന്നല്ല, ആഫ്റ്റർ ഡേ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും ഒട്ടുമിക്ക കാര്യങ്ങളും. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാൻ പറ്റണമെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചോ. ഗ്രൂപ്പിൽ ചോദിക്കാൻ പറ്റാത്തതാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എൻ്റെ നമ്പർ എടുക്കുന്നുണ്ട്, അതെടുത്തിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. ഇനി വേറൊരു ഇതും കൂടി, ഞാൻ ഡൗട്ട് ചോദിച്ചോ എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു നമ്പർ എടുത്ത് വിളിച്ചാൽ ഞാൻ ചിലപ്പോൾ ഫോൺ എടുത്തുനിന്ന് വരില്ല, അതെൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ ഒന്ന് മെസ്സേജ് അയച്ചോളൂ. ഓക്കെ. അത് എനിക്ക് നിങ്ങളോടൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല, അപ്പോൾ ഒന്ന് മെസ്സേജ് അയച്ചോളൂ. ഞാൻ മാക്സിമം മെസ്സേജിൽ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. അതല്ലാത്ത കേസ് വരുന്നുണ്ടെങ്കിൽ കോൾ അറേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ. അത് വേറെ ഒന്നും വിചാരിക്കേണ്ട, ഞാൻ മുൻകൂട്ടി പറഞ്ഞെന്നുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മളുടെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അതിൻ്റെ ലിങ്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം മിക്കവാറും നെക്സ്റ്റ് ഡേ ആയിരിക്കും. അപ്പോൾ മിസ്സായവരുണ്ടെങ്കിൽ ഒന്ന് കേട്ട് നോക്കുക, ഒന്ന് 2x കേട്ട് നോക്കിയാൽ മതി. നമ്മളൊന്ന് പതുക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞതെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടോ? എന്താ അഭിപ്രായം? ഓക്കെ. അത് ഞാൻ പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറയാം, എൻ്റെ കയ്യിലുള്ള PDF അത് കാരണം കൊണ്ടാണ്. പക്ഷേ ഈ PDF ഞാൻ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ എന്നാലും കയ്യിൽ വെച്ചോ, ചിലപ്പോൾ ആവശ്യം വരും. ഓക്കെ ചെയ്യാം. ഓക്കെ. അപ്പോൾ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ. ഇതിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവില്ല, ഞാനത് ടൈപ്പ് ചെയ്തിട്ട് ഒരു വോയിസ് ഇട്ടാൽ മതി അതിൻ്റെ കൂടെ. അതായത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വോയിസ് ഇടാം. ഫോർ എക്സാമ്പിൾ, സബ് ലിമിറ്റ് പാടില്ല, റൂം റെൻറ്റ് ക്യാപ്പിംഗ് പാടില്ല, അതായത് അൺലിമിറ്റഡ് റൂം റെൻ്റാണ് ആവശ്യമുള്ളത്. അതേപോലെ ഇത് രണ്ടാണ് പാടില്ല എന്ന് പറഞ്ഞാൽ. പിന്നെ കോ പേയ്മെൻറ്റ് പാടില്ല. ഇങ്ങനത്തെ 3 സാധനങ്ങളാണ് പാടില്ലാത്തത്. അത് ഞാൻ വോയിസ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിടാം. ബാക്കി ഒക്കെ ആവശ്യമുള്ളത് തന്നെയാണ്. ഓക്കെ. ഇനി ഈ ക്ലാസ് കഴിഞ്ഞതെന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ 5 മിനിറ്റിൽ പകുതി കാര്യങ്ങൾ മറന്നു. അപ്പോൾ അതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കണമെങ്കിൽ ചോദിക്കാം, പേഴ്സണലി ചോദിക്കണമെങ്കിൽ ചോദിക്കാം, കുഴപ്പമില്ല. ഓക്കെ. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ എന്നോ? ഫ്രൈഡേ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ. ഇതെനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല കേട്ടോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്, എന്നിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാത്തതാണ്. ഇൻഷുറൻസ് ഏജൻറ്റിനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അത് ഞാൻ സെല്ല് ചെയ്യുന്ന വ്യക്തിയല്ല, ഞാനത് ജസ്റ്റ് സർട്ടിഫിക്കേഷൻ എടുത്ത് വെച്ചു എന്നുള്ളൂ. അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു വ്യക്തിനെ കണക്ട് ചെയ്ത് തരണമെങ്കിലും കണക്ട് ചെയ്ത് തരാൻ പറ്റും, അല്ലാണ്ട് എനിക്ക് ഡയറക്റ്റ് ഞാൻ പറയാത്തതാണ്. ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സെല്ല് ചെയ്യുകയാണെങ്കിലാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. സ്റ്റാർ ഹെൽത്ത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു സമയത്ത് നല്ലോണം കംപ്ലയിൻറ്റ്സ് വന്നിരുന്നു, ഇത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പേഴ്സണലി ഏത് പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ടാറ്റ, HDFC, ICICI ആയിരിക്കും പറയാം അതിന്. പക്ഷേ ഇത് കൂടുതലുണ്ട്. പിന്നെ നിവാബൂപ്പിയും സ്റ്റാർ ഹെൽത്തിനായിട്ടും കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഒരുപാട് ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ എല്ലാ സമയത്തും പിന്നെ വിചാരിക്കുക നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുത്തു, ഇപ്പോൾ ഈ ഓൺലൈനിൽ നിന്നായാലും എവിടെ നിന്നായാലും ഇൻഷുറൻസ് എടുത്തു, ഇതിപ്പോൾ നമുക്ക് ക്ലെയിം കിട്ടില്ല, ഞാനിത് എവിടെ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് പേടിക്കണ്ട. IRDI അങ്ങനെ അതിൻ്റെ പേര് IRDI ഞാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഒരൊറ്റ മെയിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ഡീലിങ്സ് ആയിരിക്കും, അവരെ പേടിക്കണ്ട. അതായത് നമ്മളൊരു കമ്പനിക്കെതിരെ മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവരെ നല്ല രീതിയിൽ ബാധിക്കും. ഓക്കെ. അപ്പോൾ അവരത് മാക്സിമം പെട്ടെന്ന് തന്നെ ഡീൽ ചെയ്ത് തരും, അത് പേടിക്കണ്ട. ഓക്കെ. നമുക്ക് കംപ്ലയിൻറ്റ്സും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ചിലപ്പോൾ അത് നിങ്ങൾ ആരുടെ അടുത്തു നിന്നാണ് ഇൻഷുറൻസ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. പിന്നെ ആഫ്റ്റർ ദിസ് ക്ലാസ് നമുക്ക് സോൾവ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നേരം സഹകരിച്ച് നിന്ന എല്ലാവർക്കും നന്ദി. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു.